2 2 Timothy chapter number 2. Again, 19, 20, 21. 19, 20, 21. ഒന്ന് നമുക്ക് വായിക്കാം. 19, 20, 21. ഇവിടെ എഴുതിയിരിക്കുന്നത്, എങ്കിലും ദൈവത്തിന്റെ സ്ഥിരമായ അടിസ്ഥാനം, അതിൻ്റെ ഓരോ വാക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദൈവത്തിന്റെ സ്ഥിരമായ അടിസ്ഥാനം, അത് അടിസ്ഥാനം ഇട്ടിരിക്കുന്ന ദൈവമാണ്, അല്ലാതെ മനുഷ്യരുടെ അടിസ്ഥാനമല്ല. പിന്നെ അടിസ്ഥാനം ദൈവം ഇട്ടതും അത് സ്ഥിരമാണ്, അത് മാറ്റാനൊന്നും നോക്കണ്ട. ദൈവത്തിന്റെ സ്ഥിരമായ അടിസ്ഥാനം നിലനിൽക്കുന്നു എന്ന് പറഞ്ഞാൽ, തിരുവചനത്തിൽ ദൈവം തന്നെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതും ദൈവ സ്വഭാവത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതും എങ്ങനെ നമ്മൾ പ്രിപ്പയർഡ് ആകണം എന്നുള്ളതും സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതും ഒക്കെ ദൈവത്തിന്റെ ആ കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് ഫൗണ്ടേഷനാണ്. അത് ദൈവം ഇട്ടിരിക്കുന്നതാണ്. അതിനെ നമുക്ക് ഒട്ടും ഡൈല്യൂട്ട് ചെയ്യാനും പറ്റത്തില്ല, തിരുത്തി എഴുതാനും പറ്റത്തില്ല, നമുക്ക് സൗകര്യപൂർവ്വം അതിനെ മാറ്റാനും പറ്റത്തില്ല. എന്തെല്ലാം ദൈവം പറഞ്ഞിട്ടുണ്ടോ അതൊരിക്കലും ദൈവത്തിന് മാറ്റത്തില്ല, നിയമങ്ങളെ മാറ്റത്തില്ല. അതുകൊണ്ട് ആ ഫൗണ്ടേഷൻ ഒരിക്കലും മാറ്റാൻ നമുക്ക് പറ്റത്തില്ല. ഓക്കെ, അവിടെ എഴുതിയിരിക്കുന്നത്, എങ്കിലും ദൈവത്തിന്റെ സ്ഥിരമായ അടിസ്ഥാനം നിലനിൽക്കുന്നു, കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു. കർത്താവ് എന്താ അവിടെ പറയാൻ കാരണം? തനിക്കുള്ളവരെ അറിയുന്നു. കാരണം അതിന് മുമ്പ്, ഈ വാക്യങ്ങൾ വായിക്കുന്നതിന് അല്പം മുമ്പ്, ഇത് തിമോത്തിയോസിന് പൗലോസ് എഴുതുന്ന ഒരു ലേഖനമാണ്. തിമോത്തി എന്ന് പറയുന്നത് പൗലോസ് അപ്പോസ്തലനാൽ എന്താ പറയുക, സുവിശേഷ കേട്ട് കർത്താവിൽ വിശ്വസിച്ച് പൗലോസിന്റെ ശിഷ്യനായിട്ട് മാറി, പൗലോസിലൂടെ വചനം കേട്ട് വളർന്ന ഒരു, അതുകൊണ്ടാണ് അവർ തന്നെ നിജപുത്രനായ എഴുതിയിരിക്കുന്നത്. മീൻസ് ഹി ഹാസ് ബോൺ ബൈ ഫെയ്ത്ത് ത്രൂ മീ. മീൻസ് ക്രിസ്ത്യ ജീവിതത്തിൽ എന്നിൽ കൂടെ ജനിച്ച ഒരു വ്യക്തിയായിട്ടാണ് തിമോത്തിയെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. ഓക്കെ, ഈ തിമോത്തിയോസിന്റെ ഫാദർ എന്ന് പറയുന്നത് ഒരു ഗ്രീക്കുകാരനും അതിൻ്റെ അമ്മ എന്ന് പറയുന്ന ഒരു ജ്യൂ ഒക്കെ ആയിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇതിൽ നിന്നാണ് പിന്നെ അവരെ കൊണ്ട് സർക്കംസിഷനൊക്കെ ചെയ്യിപ്പിച്ചൊക്കെയാണ്. കാരണം ജ്യൂസ് അക്സെപ്റ്റ് ചെയ്യുന്നില്ലായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്നവരുടെ ഹിസ്റ്ററി ഒക്കെ നമുക്ക് അപ്പോസ്തല പ്രവൃത്തികൾക്കകത്ത് വായിക്കാൻ പറ്റും. പക്ഷെ ദൈവത്തിന്റെ അപ്പോസ്തലനായ പൗലോസിന്റെ കൂടെ ഏറ്റവും കൂടുതൽ നിന്ന് ശുശ്രൂഷിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു ശുശ്രൂഷകനാണ് തിമോത്തിയോസ്. ഈ തിമോത്തിയുടെ പേര് എഴുതിയിരിക്കുന്നെങ്കിലും ലേഖനം തിമോത്തി എഴുതിയതല്ല, തിമോത്തിക്ക് പൗലോസ് എഴുതിയ 2 ലേഖനങ്ങളായിരുന്നു. അത്രമാത്രം ക്ലോസ് ആയിട്ടുള്ള ശിഷ്യനായിരുന്നു എന്നാണ് തിമോത്തിയോസിന്റെ പേരിൽ 2 പ്രത്യേക ലേഖനങ്ങൾ അവിടെ വന്നിട്ടുള്ളത്. അത്ര നല്ലൊരു ശിഷ്യനായിരുന്നു. അപ്പം ആ തിമോത്തിയോസിനോട് കർത്താവ് പറയുമ്പോൾ ഒരു കാര്യം, പൗലോസിന് പറയുന്ന ഒരു കാര്യമാണ്, വരുന്ന കാലത്ത്, അതായത് പൗലോസ് അപ്പോസ്തലനെ കുറിച്ച് ന്യായവിധി വന്നു കഴിഞ്ഞായിരുന്നു. ന്യായവിധി എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ ഒരു കഥ. അവന്റെ പൗലോസ് അപ്പോസ്തലനെ അവന്റെ തല വെട്ടിക്കളയാനായിട്ട് നീരോ ചക്രവർത്തി ഓർഡർ ഇട്ടായിരുന്നു. അങ്ങനെ റോമ കാരാഗ്രഹത്തിൽ കിടക്കുന്ന ഉടനെ ആ നിയമം വരുമ്പോൾ അവരുടെ നിയമം അനുസരിച്ച് തല വെട്ടിക്കളയാനായിട്ടുള്ള ആ ഒരു ഓർഡർ, 3rd ഡിഗ്രി ഓർഡർ അവൻ്റെ മേൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി അധികം നാൾ ജീവിതമൊന്നും ഇല്ല എന്ന് പൗലോസ് അപ്പോസ്തലൻ അറിയാം. അപ്പൊ പൗലോസ് അപ്പോസ്തലനായിട്ട് ഉള്ള സമയം, ശേഷിച്ചിരിക്കുന്ന സമയം, എത്ര ദിവസം ഉണ്ടെന്നൊന്നും അറിയത്തില്ല. ആ ദിവസങ്ങൾ മുഴുവൻ എന്തെല്ലാം നമുക്ക് ചെയ്യാൻ, എങ്ങനെ ഞാൻ എന്നിൽ കൂടെ വന്ന വിശേഷിക്കന്മാരെ ശക്തിപ്പെടുത്താം, സഭകൾക്ക് എങ്ങനെ ലെറ്റർ എഴുതി, ഇതൊക്കെയായിരുന്നു പൗലോസിന്റെ ചിന്ത. പൗലോസിനല്ലാതെ തന്നെ കുറിച്ചുള്ള ചിന്തയോ നാളെ തലവിട്ടു എന്നുള്ള ആ കാര്യമൊന്നും പൗലോസിനെ വറീഡാക്കുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് പോകുന്നത് അവന് നഷ്ടമല്ല. ഇവിടുന്ന് പോയാൽ എത്രയും വേഗം കർത്താവിനോട് ചേരാവുന്നുള്ളതേ ഉള്ളൂ. അവന് പറയുന്നത് എനിക്ക് മരിക്കുന്നത് ലാഭമാണ്, കാരണം എത്രയും വേഗം എനിക്ക് എൻ്റെ കർത്താവിനോട്. ആ രീതിയിൽ മരണത്തെ കണ്ട ഒരു വ്യക്തിയാണ് കർത്താവ്, പൗലോസ്. ജീവിതത്തെ കുറിച്ച് അവരുടെ എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവാണ്, എന്ന് മരിക്കുന്നത് ലാഭം. എനിക്ക് ജീവിക്കുന്ന ക്രിസ്തു, മരിക്കുന്നത് ലാഭം എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ജീവിക്കുന്നെങ്കിൽ അത് പ്രയോജനമാകുന്ന ഞാൻ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നെങ്കിലേ ഉള്ളൂ. എനിക്ക് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ എത്രയും കാലം ഇവിടുന്ന് മരിച്ചു പോകുന്ന ലാഭം എനിക്ക്. അപ്പൊ ഞാൻ ജീവിക്കുന്നിടത്തോളം കാലം ആരോട് ജീവിക്കുന്ന? ക്രിസ്തുവിനോട് ജീവിക്കണം. ആ ക്രിസ്തുവിന്റെ കൂടെ ജീവിക്കുന്ന ക്രിസ്തുവിന് വേണ്ടി ജീവിക്കണം. ക്രിസ്തു എന്തിനെന്നെ ഡെമാസ്കസ് റോഡിൽ വെച്ച് വിളിച്ചു, ആ വിളിയുടെ അനുസരിച്ച് എനിക്ക് ജീവിക്കണം. അല്ലാതെ എനിക്ക് ജീവിക്കുന്നതിനകത്തൊരു അർത്ഥമില്ല.
അപ്പൊ ആ ഒരു രീതിയിൽ ജീവിതത്തെ കണ്ട് ഒരു വ്യക്തി, മരണത്തെ ഭയപ്പെടാത്ത ഒരു വ്യക്തിയായിരുന്നു പൗലോസ് അപ്പോസ്തലൻ. അപ്പൊ പൗലോസ് അപ്പോസ്തലൻ തന്റെ ശിഷ്യനായിട്ടുള്ള തിമോത്തിയോസെ ബലപ്പെടുത്തിക്കൊണ്ട് തന്റെ കഴുത്ത് വെട്ടാൻ പോകും. പക്ഷെ തിമോത്തിയോസിനെ ഇതുവരെ ജയിലിലിട്ടിട്ടില്ല. അപ്പൊ പൗലോസ് അപ്പോൾ എന്ന് പറയാൻ എന്നെ ജയിലിട്ടെന്ന് കരുതിയോ എന്റെ തല വെട്ടാൻ പോകുന്നെന്ന് കരുതി നിങ്ങളാരും ഭയപ്പെടരുത്, നീ ഒന്നും ഭയപ്പെടുകയൊന്നും ചെയ്യും. ഇത് നമുക്ക് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ എന്റെ ശുശ്രൂഷ തികച്ചു, നല്ലപോലെ ഓട്ടം തികച്ചു, നല്ല യുദ്ധം ചെയ്തു, ഓക്കെ. ഇതൊക്കെ ചെയ്ത് ഇനി എൻ്റെ എന്താ പറയുന്നത്, എനിക്കുള്ള പ്രതിഫലം വാങ്ങാനായിട്ടുള്ള സമയമേ എനിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് പക്ഷെ അതിന് മുമ്പ് ഞാൻ ചില കാര്യങ്ങൾ പറയുക, അത് വളരെ ശ്രദ്ധിക്കണം. കാരണം മുന്നോട്ട് നിങ്ങൾക്ക് ആ ശുശ്രൂഷിക്കട്ടെ. അപ്പൊ ശുശ്രൂഷിക്കുമ്പോൾ ദൈവം പറയുന്ന 1-2 കാര്യങ്ങളുണ്ട്. കർത്താവിന്റെ അടിസ്ഥാനം നിലനിൽക്കും, അടിസ്ഥാനം ഇളക്കാൻ നോക്കരുത്. കാരണം നമുക്കിപ്പം ശുശ്രൂഷയുടെ കാര്യത്തിൽ നമുക്ക് ഇന്നത്തെ ട്രെൻഡ് എങ്ങനെയാണ്, ഇന്നത്തെ നമ്മുടെ ലോകം എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഇതിനകത്ത് ഒരിച്ചിരി വ്യത്യാസങ്ങളൊക്കെ വരുത്താന്ന് പറഞ്ഞ് അങ്ങനെ ഒന്നും ചെയ്യരുത്. കാരണം അതെന്ന് പറയുന്നത് അങ്ങനെ നമുക്ക് ചർച്ച തുടങ്ങിയിട്ട് കാര്യമൊന്നുമില്ല. അങ്ങനെ നമുക്ക് ചർച്ചയിൽ ആൾക്കാരെ കൂട്ടിയിട്ട് കാര്യമൊന്നുമില്ല. ഒന്നെങ്കിൽ കർത്താവിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാം. പക്ഷെ പിന്നെ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ശുശ്രൂഷിക്കുന്ന കണ്ടെക്സ്റ്റുവലൈസ് ആയിരിക്കണം. അത് പറയുന്ന കണ്ടെക്സ്റ്റുവലൈസ് എന്ന് പറഞ്ഞാൽ ഏത് കോണ്ടെക്സ്റ്റിലാണ് നിങ്ങൾ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഏത് രാജ്യത്താണ് നിൽക്കുന്നത്, ഏത് ദേശത്താണ് നിൽക്കുന്നത്, ഏത് ആൾക്കാരോടാണ് നിങ്ങൾ സംസാരിക്കുന്നത്, അവരുടെ കൾച്ചർ എന്താണ്, ആ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കി അതിലേക്ക് നമ്മുടെ ഈ പ്രിൻസിപ്പിൾ, നമ്മുടെ ഈ ക്രിസ്ത്യൻ അതിന്റെ പ്രിൻസിപ്പിൾസ് അതിനെ ശക്തിയോടെ അതിനകത്ത് ഒരിക്കലും ഒരു മായം ചേർക്കാൻ പാടില്ല. ആ രീതിയിൽ മാത്രമേ നിങ്ങൾ സഭ കൊണ്ടുപോകാൻ പാടുള്ളൂ. അപ്പൊ നമ്മൾ ഇത്രയും പേര് ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് ആ തരത്തിലുള്ള ഒരു മെസ്സേജ് ആയിരിക്കും നമുക്ക് നല്ലത്. കാരണം നമ്മളിപ്പോഴും ഒരു കാര്യം ശ്രദ്ധിച്ചോണം, നമ്മളിവിടെ ചർച്ച ഉണ്ട്, 100 പേരുണ്ടെന്ന് പറയാനല്ല നമ്മൾ ചെയ്യുന്നത്. പിന്നെ എത്രയാ 10 പേരെ ഉള്ളെന്നുണ്ടെങ്കിൽ ആ 10 പേര് പ്രോപ്പറായിട്ടുള്ള രീതിയിൽ ക്രിസ്തുവിന്റെ സഭയായിട്ട് ആ ഉദ്ദേശത്തിൽ എത്തിച്ചേരത്തക്ക രീതിയിൽ ആ 10 പേരെ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയുള്ള സഭയെ ആകാവുള്ളൂ. ഓക്കെ. അല്ല നമ്മുടെ മുമ്പിലിരിക്കുന്ന ഒരാളിന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ആ പുള്ളി പറയുന്നത് പോലെ അവരുടെ സൗകര്യം അനുസരിച്ച് നമ്മൾ ഒരിക്കലും ദൈവം വെച്ചിരിക്കുന്ന ഫൗണ്ടേഷനെ മാറ്റാൻ നമ്മൾ ശ്രമിക്കരുത്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എങ്കിലും ദൈവത്തിന്റെ സ്ഥിരമായ അടിസ്ഥാനം നിലനിൽക്കുന്നു, ബേസ് നിലനിൽക്കുന്നു. കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം അറിയാം. ഈ കൂടിയിട്ട് 100 പേരൊന്നും അവർക്ക് അതിനകത്ത് ഒരു ഇൻട്രസ്റ്റ് ഉള്ളവരല്ല. അവർക്ക് എന്താണെന്നറിയാമോ, ഒരു റിലീജിയൻ വേണം, ഒരു വിശ്വാസം വേണം, അതിനനുസരിച്ച് ചില കാര്യങ്ങളൊക്കെ വേണം എന്നുള്ളതിൽ കവിഞ്ഞ് അവർക്ക് ദൈവത്തിന്റെ കൂടെ പോകണമെന്നോ ദൈവത്തിന്റെ ഉദ്ദേശം എന്താണെന്നോ ഒന്നും അറിയണം എന്നുള്ള വലിയ താല്പര്യമില്ല. അപ്പൊ കർത്താവ് പറയുന്നത് എനിക്ക് തനിക്കുള്ളവര് എന്ന് പറഞ്ഞാൽ തന്റെ കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നവരും തന്റെ ഉദ്ദേശത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നത് അതിനെ സീരിയസ് ആയിട്ട് കാണുന്ന എത്ര പേരുണ്ടെന്ന് ദൈവത്തിന് നല്ലതുപോലെ അറിയാം. എത്ര പേര് സത്യത്തിൽ എന്നെ അറിഞ്ഞിട്ടുണ്ട്, എന്നിൽ കൂടെ കിട്ടിയ രക്ഷയെ മനസ്സിലാക്കിയിട്ടുണ്ട്, അതിൽ കൂടെ അവരെ എന്നിൽ നിന്നാണ് വിടുവിച്ചതെന്ന് അവർ അറിഞ്ഞിട്ടുണ്ട്, എങ്ങനെ ഏത് ഉദ്ദേശത്തിലേക്കാണ് അവരെ കൊണ്ടുവന്ന് അറിഞ്ഞിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടുള്ള എത്ര പേരുണ്ടെന്ന് നമ്മൾ ഈ ഇരിക്കുന്നതിന് അതിനെക്കുറിച്ചൊക്കെ ദൈവത്തിന് കർത്താവിന് നല്ലപോലെ അറിയാം. അതെന്ന് പറഞ്ഞാൽ കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നുവെന്നും ഇനി കർത്താവിന്റെ നാമം ഉച്ചരിക്കുന്നവരെല്ലാം അനീതി വിട്ടകന്നുകൊള്ളട്ടെ എന്നാകുന്നു അതിന്റെ മുദ്ര. എന്ന് പറഞ്ഞാല് ഇവിടെ ശ്രദ്ധിക്കണം. എന്നും കർത്താവിന്റെ നാമം ഉച്ചരിക്കുന്നവർ, കർത്താവിനെ എന്ന് വെച്ചാൽ എപ്പോഴും കർത്താവിനെ വിളിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരും ഒക്കെ ആയിട്ടുള്ള ആൾക്കാര് പ്രാർത്ഥിക്കുന്നത് കൊണ്ടും അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടും കർത്താവിന്റെ സ്വർഗത്തിൽ പോകാമെന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കുന്നത് ശരിയല്ല. പിന്നെ എന്താണെന്നറിയാം, എനിക്ക് ചില അടിസ്ഥാന കാര്യങ്ങളുണ്ട്, സ്വഭാവങ്ങളുണ്ട്. നിങ്ങൾ എപ്രകാരം ഉള്ളവരായിരിക്കണം, ഏത് രീതിയിൽ നിങ്ങളുടെ തയ്യാറെടുപ്പ് ഉണ്ടായിരിക്കണം, നിങ്ങളുടെ സ്വഭാവം എങ്ങനെ രൂപാന്തരം വേണം, ഇതൊക്കെ ഞാൻ പറഞ്ഞിരിക്കുന്ന ആ അടിസ്ഥാനത്തെ നിങ്ങൾ മാറ്റരുത്. ഓക്കെ. അതുകൊണ്ടാണ് എന്റെ നാമം വെറുതെ ഉച്ചരിച്ചത് കൊണ്ടോ കർത്താവേ കർത്താവേ കർത്താവ് തന്നെ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ പറഞ്ഞു എന്നോട് കർത്താവേ കർത്താവ് എന്ന് പറയുന്നത് ഏവനും അല്ല. ഇപ്പോൾ വളരെ വായിച്ച കാര്യം അല്ലെ എന്ന് പറഞ്ഞാൽ അല്ലാതെ എന്താ പറയുക, കർത്താവ് ഒരു അടിസ്ഥാനം ഇട്ടിട്ടുണ്ട്. ആ അടിസ്ഥാനത്തിന്മേൽ വീട് പണിതെങ്കിൽ മാത്രമേ അത് സ്ഥിരമായ ഒരു അടിസ്ഥാനമായി നിൽക്കത്തുള്ളൂ. അപ്പൊ കർത്താവിന്റെ അടിസ്ഥാനമില്ലാതെ വെറുതെ കർത്താവേ കർത്താവേ എന്ന് പറഞ്ഞിട്ട് നമുക്കിഷ്ടമുള്ള രീതിയിൽ നമ്മൾ മനസ്സിലാക്കിയ രീതിയിൽ നമ്മൾ മനസ്സിലാക്കിയതല്ല വചനം. ദൈവം എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് പരിശുദ്ധാത്മാവിനെ നമുക്ക് എന്തിനാ തന്നിരിക്കുന്നത്? 2 കൊരിന്ത്യൻസിനകത്ത് ഒരു വാക്യം വായിക്കാം. 2 കൊരിന്ത്യൻസിനകത്താണോ 1 കൊരിന്ത്യൻസിനകത്തോ? ഞാൻ നോക്കിക്കോട്ടെ. 1 കൊരിന്ത്യൻസിലാണെന്ന് തോന്നുന്നു.
ഫസ്റ്റ് കൊരിന്ത്യൻസ് അതിന്റെ രണ്ടാം ചാപ്റ്ററില് അതിന് എഴുതിയിരിക്കുന്ന അതിന്റെ 10ാം വാക്യത്തില് എഴുതിയിരിക്കുന്നത് ദൈവം തന്റെ ആത്മാവിനാൽ എഴുതിയിരിക്കുന്ന പോലെ തന്നെ നമുക്ക് ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. അതിനുശേഷം ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായുന്നു. മനുഷ്യനുള്ളത് അവനിലെ മനുഷ്യാത്മാവല്ലാതെ മനുഷ്യൻ ആരറിയും. അവണ്ണം തന്നെ ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മെ തിരുവചനം പറയുന്നത് ദൈവത്തിലുള്ളതല്ലേ, ദൈവം പറയാൻ ആഗ്രഹിക്കുന്ന കാര്യമല്ലേ. അപ്പൊ അത് എന്താണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ എന്തുണ്ടായിരിക്കണം? ആ ദൈവത്തിന്റെ ആത്മാവ് ഉണ്ടായിരിക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞിരിക്കുന്നതിന്റെ ആ പോയിന്റ് മനസ്സിലായോ? ഇപ്പൊ ഞാൻ പറയാം, ഇപ്പം ഇവിടെ ഇരിക്കുന്ന നിങ്ങളെ ഇത്രയും പേരുടെ നിങ്ങളുടെ മനസ്സിനകത്തുള്ള കാര്യം എന്താണെന്ന് എനിക്കറിയത്തില്ല. ഇപ്പൊ എനിക്ക് എന്റെ ഉള്ളിൽ ചിന്തിക്കുന്ന കാര്യങ്ങളെ എനിക്കറിയാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ ഡാനിയുടെ മനസ്സിൽ കൂടെ എന്താ പോകുന്നത് എന്നുള്ളത് എനിക്കറിയത്തില്ല, പക്ഷെ ഡാനിക്കറിയാം. എന്ന് പറയുന്ന പോലെ തന്നെ ദൈവത്തിന്റെ മനസ്സിൽ എന്താണുള്ളതെന്ന് ദൈവത്തിന്റെ ആത്മാവേ അറിയത്തുള്ളൂ. ആക്ച്വലി ഡാനിയുടെ ആത്മാവിനെ എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഡാനി എന്താ ചിന്തിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവും. പക്ഷെ ഡാനിയുടെ ആത്മാവിനെ എനിക്ക് തരാൻ പറ്റത്തില്ലല്ലോ. തന്നിരുന്നെങ്കിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ദൈവം പറഞ്ഞിരിക്കുന്നത് ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതെന്തിനാണെന്നറിയാം? നിങ്ങൾ എന്റെ മനസ്സ് മനസ്സിലാക്കണം എന്ന് വിചാരിച്ച് അത് ദൈവത്തിന് കഴിയുന്ന ഒരു കാര്യമാണ്. ദൈവം തന്റെ ആത്മാവിനെ നമുക്ക് തന്നിരിക്കുന്ന പിന്നിലുള്ള ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? നിങ്ങൾ ആ ആത്മാവിലൂടെ ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങളെ, അപ്പൊ ദൈവത്തിന്റെ പൊരുൾ അറിയണമെങ്കിൽ, ദൈവത്തിന്റെ മനസ്സറിയണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിലൂടെ നിങ്ങൾ ദൈവത്തിന്റെ മനസ്സിനെ അറിയണം. ദൈവത്തിന്റെ ആത്മാവില്ലാതെ നമുക്ക് എത്ര വചനം വായിച്ചാലും ദൈവത്തിന്റെ മനസ്സറിയാൻ പറ്റത്തില്ല. പരിശുദ്ധാത്മാവ് അതിനെ എക്സ്പോസ് ചെയ്ത് തന്നെങ്കിൽ മാത്രമേ നമുക്കതിനെ മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ എഴുതിയിരിക്കുന്നത് മനുഷ്യനുള്ളത് അതല്ല. ഇനി അത് മറ്റേ വായിച്ച അടുത്ത തിമോത്തി അതിന്റെ ഏതായിരുന്നു? 2-ാം അധ്യായം 19, 20, 21 എങ്കിലും ദൈവത്തിന് സ്ഥിരമായ അടിസ്ഥാനം നിലനിൽക്കുന്നു. കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നുവെന്നും കർത്താവിൽ നാമം ഉച്ചരിക്കുന്നവരെല്ലാം അനീതി വിട്ടകന്നുകൊള്ളട്ടെ എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്നാ? ഇഷ്ടം പോലെ ജീവിച്ചിട്ട് ഞാൻ ദൈവപൈതലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ തന്നെ വെട്ടികളാക്കുക. അതായത് ഞാൻ എൻ്റെ കൂടെ വരുന്ന ജനം എപ്രകാരം ആയിരിക്കണം എന്നുള്ളത്, കാരണം ദൈവം പറഞ്ഞിട്ടുണ്ട്, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധനായിരിക്കും. അത് വളരെ നിർബന്ധമാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ആ വിശുദ്ധി നമുക്ക് ഒരിക്കലും പ്രാപിക്കാൻ പറ്റത്തില്ല. പക്ഷെ നിങ്ങൾ പഠിക്കുമ്പോൾ ദൈവത്തിന്റെ സ്വഭാവം പഠിക്കണം. ദൈവത്തിന്റെ സ്വഭാവം പഠിച്ചിട്ട് ആ സ്വഭാവം നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കണം. കാരണം നമ്മൾ പോകുന്നത് ദൈവത്തിന്റെ രാജ്യത്തിലേക്കാണ്, സ്വർഗരാജ്യത്തിൽ. അവിടെ ദൈവത്തിന്റെ ഇഷ്ടമാണ് നടക്കുന്നത്. അപ്പൊ ആ ഇഷ്ടമുള്ളവരെ മാത്രമേ, അങ്ങനെയുള്ളവരെ മാത്രമേ അവിടെ ചേർക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഈ തന്നിരിക്കുന്ന സമയം നമുക്ക് ദൈവത്തിന്റെ സ്വഭാവത്തിലേക്ക് നമ്മൾ മാറാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതാണ് നിങ്ങൾ കർത്താവിനെ പോലെ രൂപാന്തരപ്പെടുക എന്ന് പറയുന്നത്, കർത്താവിനെ പോലെ ആയിത്തീരുക എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവിക സ്വഭാവം മനസ്സിലാക്കി നമ്മളും ആ ദൈവ സ്വഭാവം പ്രാപിക്കാൻ കാണുമായിരുന്നു. ഇതൊരു പക്ഷേ നമുക്ക് എന്താ പറയുന്നത്, നമുക്ക് വളരെ ഇളക്കപ്പെരുപ്പം തരുന്ന, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് നമ്മളെ എന്താ പറയുന്നത് റിവൈവൽ മീൻസ് ഒരുപാട് വർക്കുന്ന അങ്ങനെയുള്ളൊരു മെസ്സേജ് അല്ല ഇത്. പക്ഷെ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് തരുന്ന ഡീപ്പായിട്ട് നമ്മളോട് പറയുന്ന ഒരു മെസ്സേജാണിത്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ വെറുതെ വിട്ടികളാകരുത്. ഓരോരുത്തരും വന്ന് പറയും നിങ്ങൾക്ക് ഇന്നതുപോലെ ചെയ്യേണ്ടത്, ഇന്നതുപോലെ ചെയ്യേണ്ടത്. അതിനകത്തല്ല നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ വചനം വായിക്കുക, അതിൽ കൂടെ ദൈവം എന്തോ പറയുന്നതെന്ന് കേൾക്ക്, എന്നിട്ട് അതനുസരിച്ച് നിങ്ങൾ പ്രിപ്പയർഡ് ആകുക. അല്ലാതെ നിങ്ങൾ പല കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയതനുസരിച്ച് ചെയ്തിട്ട് അതാണ് ശരി ഇതാണ് ശരി എന്നുള്ള രീതിയിലല്ല. ദൈവവചനം നിൽക്കുന്ന ഒരു അടിസ്ഥാനം ദൈവത്തിനുണ്ട്. ആ അടിസ്ഥാനത്തെ നിങ്ങൾ ശ്രദ്ധിക്കുക. എന്നിട്ട് നിങ്ങൾ ആ രീതിയിൽ നിങ്ങളെ തന്നെ നിങ്ങളെയും നിങ്ങളുടെ ചർച്ചിനെയും അതിന് പറയുന്നറിയാം. അതിന് മുമ്പ് ഇപ്പൊ നമ്മൾ വെച്ചാൽ 2 തിമോത്തിയിലെ ഒരു ചില ഭാഗങ്ങൾ പറയാം. നിങ്ങൾക്ക് ഭാവിയിൽ നിങ്ങൾക്കും വരാൻ പോകുന്ന കാര്യങ്ങളാണ്, ഒന്ന് ഓർത്തോണം. 2 തിമോത്തി അതിന്റെ 19 വെച്ച് അതിന് മുമ്പ് നമ്മുടെ 14-ാം വാക്യം തൊട്ട് നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ കൊടുക്കുന്ന ഉപദേശം നോക്കിക്കോണം തിമോത്തിക്ക്. ഓക്കെ,
കേൾക്കുന്നവരെ മറിച്ചു കളയുന്നതിനല്ലാതെ ഒന്നിനും കൊള്ളാത്ത വാഗ്വാദം ചെയ്യാതിരിക്കണമെന്ന് കർത്താവിനെ സാക്ഷിയാക്കി അവരെ ഓർമ്മപ്പെടുത്തുക. തിമോത്തിക്ക് പൗലോസ് അപ്പോസ്തലൻ കൊടുക്കുന്ന ഒരു ഉപദേശമാണ്. അതായത് ഞാൻ നിന്നെ ശിഷ്യനാക്കി, ഇനി നിന്റെ ഉത്തരവാദിത്തമാണ്, നിന്നും കൂടെ പല ശിഷ്യന്മാരുണ്ട്. അതായത് ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് സംസാരിച്ചു, എ ലീഡർ only can make other leaders. നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാം, നിങ്ങൾ അടുത്ത ഒരു ലീഡേഴ്സിനെ തയ്യാറാക്കിയെടുക്കാൻ നിങ്ങൾക്ക് അതിനുള്ള ഒരു കൃപ ഉണ്ടാകണം. അത് നിങ്ങൾ തന്നെ, നിങ്ങളുടെ അധികം പേരൊന്നും വേണമെന്നില്ല, പക്ഷെ ഒരു ഗ്രൂപ്പിനെ നിങ്ങൾ ലീഡേഴ്സ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുവന്ന് വീണ്ടും നിങ്ങളുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടെങ്കിൽ അവരെ പോലെ തയ്യാറാക്കണം. പക്ഷെ ആ ലീഡേഴ്സിനെ ട്രെയിൻ ചെയ്യുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ദൈവം പറഞ്ഞിരിക്കുന്ന ആ രീതിയിൽ മാത്രമേ ലീഡേഴ്സിനെ ട്രെയിൻ ചെയ്യാവുള്ളൂ. ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്നാൽ വരുന്ന കാലത്ത് എന്നറിയാമോ, ഇനി വരുന്ന കാലത്ത് നിങ്ങളുടെ ചർച്ചകളിലൊക്കെ തെറ്റായ ഉപദേശങ്ങൾ കൊണ്ട് പലരും വരും. കാരണം അത് കംഫർട്ടബിളാണ്. കാരണം എന്നറിയാമോ, അവർക്ക് ഞാൻ അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ ഇവിടെ പറയുന്നില്ല, പക്ഷെ അതിന് കംഫർട്ടബിൾ ആയിട്ടാണ് ആൾക്കാരെ കൂട്ടാനൊക്കെ അതൊക്കെ മതി. പക്ഷെ അതുകൊണ്ട് എന്നറിയാമോ, യഥാർത്ഥത്തിൽ നമ്മൾ ഗുണത്തിന് പകരം ദോഷമാണ് ദൈവസഭയ്ക്ക് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ അതുകൊണ്ട് ദൈവം പറഞ്ഞിരിക്കുന്ന അടിസ്ഥാനത്തിന്മേൽ ആ ഡോക്ട്രിൻസിനെ ചേഞ്ച് ചെയ്ത് യാതൊരു രീതിയിലും നമ്മൾ ഉത്തരവ ശുശ്രൂഷകളൊക്കെ ചെയ്യരുത്. ഓക്കെ, അപ്പോൾ അന്ത്യകാലത്ത് എന്ത് വരും? ഇത് വരും നിങ്ങൾ ഓർത്തുകൊള്ളുക. തെറ്റായ ഉപദേശങ്ങൾ കൊണ്ടുവരും. കൊള്ളാത്ത വാഗ്വാദം ചെയ്യണമെന്ന് കർത്താവിനെ സാക്ഷിയാക്കി ഞാൻ ഓർമ്മപ്പെടുത്തുക. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട്, കണ്ടോ, സത്യവചനത്തെ യഥാർത്ഥമായി അത് എന്താണ് ഉദ്ദേശിക്കുന്നത്? പക്ഷെ അത് പരിശുദ്ധാത്മാവിലേ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി, അല്ലെന്നുണ്ടെങ്കിൽ ദൈവം മുമ്പാകെ നിങ്ങൾ നിൽക്കുമ്പോൾ ലജ്ജിച്ചു. നിങ്ങൾ എന്തോ അവിടെ ചെയ്തെന്ന് ചോദിക്കും. എൻ്റെ പേര് നിങ്ങളൊരു സഭ തുടങ്ങി, എന്നിട്ട് എന്തോ നിങ്ങൾ ചെയ്തത്? നിങ്ങൾ ഒരിക്കലും ദൈവം മുമ്പാകെ ലജ്ജിച്ചു പോകരുത്. അപ്പൊ ലജ്ജിച്ചു പോകാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി, ദൈവത്തിന് കൊള്ളാവുന്നവനായി, മുമ്പിലിരിക്കുന്ന മനുഷ്യർക്ക് കൊള്ളാവുന്നവനായിട്ടൊന്നല്ല. പക്ഷെ ദൈവം ഏതർത്ഥത്തിലാണോ നിങ്ങളിവിടെ ആക്കിയിരിക്കുന്നത്? ദൈവത്തെയാണ് നിങ്ങൾക്ക് പ്രീതിപ്പെടുത്തേണ്ടത്. മനുഷ്യനെ പ്രീതിപ്പെടുത്തിയിട്ട് ഒരുത്തിനെ സ്വർഗത്തിൽ എത്തിക്കാതിരിക്കുന്നതിനെക്കാട്ടി നല്ലതല്ലേ ദൈവത്തെ പ്രീതിപ്പെടുത്തി മനുഷ്യരെയും ആ പ്രീതിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്? അപ്പൊ അവിടെ എത്തിയിരിക്കുന്ന സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി, ദൈവത്തിന് കൊള്ളാവുന്നവനായി നിൽപ്പാൻ ശ്രമിക്കുക. ഭക്തിവിരുദ്ധമായ വൃഥാലാപങ്ങളെ ഒഴിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ അറിയാമോ, ആവശ്യമില്ലാത്ത ഡിസ്കഷൻസ്, ആവശ്യമില്ലാത്ത സംസാരങ്ങൾ, നിങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്ക് നിങ്ങളെ പ്രയോജനം ചെയ്യാത്ത പല ഡിസ്കഷൻസ്, പല കാര്യങ്ങളും ഒന്നും നിങ്ങൾ പരസ്പരം ഡിസ്കസ് ചെയ്യാൻ പോകരുത്. ഇപ്പൊ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ആർഗ്യുമെന്റ് ചെയ്യാൻ സബ്ജക്റ്റ് ആവശ്യമുള്ളതാണെങ്കിൽ മാത്രമേ ആർഗ്യൂ ചെയ്യാവുള്ളൂ. പക്ഷെ ഈ വ്യക്തിയോട് ആർഗ്യൂ ചെയ്തിട്ട് ഒരു പ്രയോജനം ഇല്ലെന്നുണ്ടെങ്കിൽ ഒരിക്കലും ആർഗ്യൂ ചെയ്യാൻ പോകരുത്. എല്ലാത്തിനും ഉത്തരം പറയുക എന്നുള്ളതൊന്നും നമ്മുടെ കാര്യമല്ല. മനസ്സിലായി? ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും പറഞ്ഞ് നിങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ എല്ലാത്തിനും നമ്മൾ ചെവി കൊടുക്കുകയും ചെയ്യരുത്. എല്ലാത്തിനും നമ്മളെ റിപ്ലൈ ചെയ്യാൻ പോലെ ആ ഒരു കാര്യം ചർച്ചയിൽ കൊണ്ടുവരികയും ചെയ്യരുത്. തള്ളേണ്ടതിനെ അപ്പോഴേ തള്ളിക്കളഞ്ഞാൽ കേൾക്കുമ്പോൾ തന്നെ അറിയാം ഈ പറയുന്ന വ്യക്തി ഏത് കാര്യത്തിലാണ് ഉദ്ദേശിച്ച് പറയുന്നത്. അപ്പൊ അങ്ങനത്തെ വൃഥാലാപനങ്ങൾ, അതായത് നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് ഉതകുക, ചർച്ചിന്റെ ആത്മീയ വളർച്ചയ്ക്ക്, ഈ പേഴ്സണൽ ആത്മീയ വളർച്ചയ്ക്ക് ഉതകുക, ഒരു രീതിയിലും നമ്മുടെ ആത്മീയ പ്രയോജനം ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങൾ വരുമ്പോൾ അതിനെ മാറ്റി നിർത്താൻ നിങ്ങൾ ശ്രദ്ധിച്ചു. ഞാൻ നിങ്ങളുടെ ശുശ്രൂഷയെ ബേസ് ചെയ്തുകൊണ്ട് ഇന്നത്തെ മെസ്സേജ് പറയുന്നത്. അപ്പൊ നിങ്ങൾ എപ്പോഴും ഓർത്തോണം എന്താണ് ഇൻ സ്റ്റോർ ഫോർ യു ഇൻ ഫ്യൂച്ചർ. So be very careful. കാരണം you are not supposed to run along with the public, along with what the world is going. You have to, wherever you are, you have to always go with what God is saying. Maybe only one person, if it is only Philippos പറഞ്ഞ there is only one person at that place. വളരെ വിജനമായിട്ടുള്ള സ്ഥലം, അവിടേക്ക് ഒരൊറ്റയുള്ളൂ. അല്ല ഞാൻ അവിടെ 10,000 പേരുണ്ടല്ലോ, അവിടെ പോകുന്നതല്ല. 1000 പേരെക്കാൾ ഈ ഒരാളെയാ വേണ്ടത്. Are you understanding that? It is not the numbers what that matters. Praise the Lord. Okay, it's a very important concept which you have to see. See, we are focusing on God's work. So that is the only idea behind you should have. Okay? ഇവിടെ എഴുതിയിരിക്കുന്ന ആ വേക്കാർക്ക് അഭക്തി അധികം മുതിർന്നു വരും. കാരണം അവർക്ക് ഭക്തി കാര്യ വിഷയമൊന്നുമല്ല, ദൈവമോ ദൈവഭയമോ ഒന്നും വലിയ വിഷയമൊന്നുമല്ല. അവർക്ക് എപ്പോഴും എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വന്ന് കുറച്ച് എൻജോയ് ചെയ്യുക,
കുറച്ച് കാര്യങ്ങൾ വന്നെങ്കിൽ അവർ പറയുന്ന പോലെ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാം. ഇങ്ങനെയൊക്കെയുള്ള ആ ഒരു രീതിയിൽ വെച്ചോണ്ട് വരുന്നത്. അല്ലാതെ ഇവർക്ക് വചനം കേൾക്കണമെന്നോ അവർക്ക് ദൈവം എന്താണ് പറയുന്നതെന്നുള്ള കാര്യം മനസ്സിലാക്കണമെന്ന അർത്ഥത്തില്ല വരുന്നത്. അന്ന് പൗലോസ് അപ്പോസ്തലൻ തിമോത്തിക്ക് എഴുതിയിരിക്കുന്ന അതേ കാര്യങ്ങൾ ഇന്നും ഇതുപോലെ റെലവെന്റ് ആണ് നമ്മുടെ ചർച്ചകളിൽ. സോ ബി വെരി കെയർഫുൾ അബൌട്ട് ദാറ്റ്. ഓക്കെ, ഇവിടെ ദൈവത്തിനുള്ളത് ഭക്തിവിരുദ്ധമായ വൃദ്ധാലാപങ്ങളിൽ ഒഴിഞ്ഞിരിക്കുക. ആ വാക്കുകൾക്ക് അഭക്തി അധികം മുതിർന്നു വരും. അവരുടെ വാക്ക് അർബുദവ്യാധി പോലെ തിന്നുകൊണ്ടിരിക്കും. ഇങ്ങനെയുള്ള വലിയ പ്രയാസങ്ങളാണ്. ഹിമനിയോസും ഫിലത്തോസും അവരുടെ കൂട്ടത്തിലുള്ളവരാണ്. അങ്ങനെയുള്ള ചില ആൾക്കാർ അവരുടെ അന്നത്തെ കാലത്തുണ്ടായിരുന്നു തിമോത്തിക്ക് എഴുതി കാണിക്കുക. അവർ സത്യം വിട്ട് തെറ്റി, എന്നിട്ട് പല കള്ളത്തരങ്ങളൊക്കെ പറയും. പുനരുദ്ധാനമൊക്കെ കഴിഞ്ഞു. ഇതിനകത്ത് ഇനി മായം കൂടെ ചേർക്കാനൊക്കെ തുടങ്ങും. പല ഉപദേശങ്ങളും തെറ്റായി. അതൊന്നും ചർച്ചിനകത്ത് കൊണ്ടുവരരുത്. നമ്മൾ തന്നെ വേദപുസ്തകം പറയുന്ന അല്ലാതെ അതിൽ നിന്നും ഡിലീറ്റ് ചെയ്യുകയോ ഒരു അഡീഷനോ നിങ്ങൾ ഒരിക്കലും നമ്മുടെ ചർച്ചിനകത്ത് കൊണ്ടുവരാൻ ശ്രമിക്കരുത്. ഓക്കെ, സോ ദിസ് ഈസ് ഇറ്റ്. ഓക്കെ, പിന്നെ വിശ്വാസം മറിച്ചു കളയുന്നെങ്കിലും ദൈവത്തിന് എന്നിട്ട് പറയുന്നു എന്ന് പറഞ്ഞ് ചിലരുടെ വിശ്വാസം, കാരണം ഇതിനകത്ത് വീണു പോകുന്ന ചിലരുണ്ട്. മനസ്സിലായോ? ഈ കേൾക്കുന്ന തെറ്റായ ഉപദേശങ്ങൾക്കകത്ത് വീണു പോകുന്ന ചിലരുണ്ടായിരിക്കും, ചിലരുണ്ട്. പക്ഷെ നിങ്ങൾ അങ്ങനെ ആകരുത്. നിങ്ങൾക്ക് സ്ഥിരമായ ദൈവത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളും ഉറയ്ക്കണം. കാരണം നമ്മൾ ഉറയ്ക്കാതെ, നമ്മൾ ഉറച്ചവരല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഓരോ കാറ്റ് വരുമ്പോഴും നമ്മൾ അതനുസരിച്ച് ആടി വരും. അങ്ങനെ ആകരുത്. നിങ്ങൾക്ക് നല്ലൊരു ഓഫർ ഉണ്ടായിരിക്കണം. അതിൽ എന്താ പറയുന്നത്, അല്ല ആരെങ്കിലും വന്നിട്ട് അതിങ്ങനെയാണെന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അവരെ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യരുത്. അതനുസരിച്ച് നിങ്ങൾ പോവുകയും ചെയ്യരുത്. ഓക്കെ, ഇനി അടുത്ത് പറയുന്നത് ചിലരുടെ വിശ്വാസം എങ്കിലും ദൈവത്തിന്റെ സ്ഥിരമായ അടിസ്ഥാനം നിലനിൽക്കുന്നു. ഓക്കെ, ആ അടിസ്ഥാനത്തിൽ മേൽ വേണം നിങ്ങൾ വീട് പണിയാൻ. ദൈവം വെച്ചിരിക്കുന്ന അടിസ്ഥാനം തന്നെ. അതല്ലെന്നുണ്ടെങ്കിൽ കാറ്റ് വരുമ്പോൾ താഴെ വീഴും. പക്ഷെ ദൈവം എന്ത് പറയും, അതൊരിക്കലും മാറാത്ത, യഹോവ മാറാത്തവനാണെങ്കിൽ യഹോവ ഇട്ടിരിക്കുന്ന അടിസ്ഥാനവും മാറാത്തതാണ്. അപ്പൊ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ സഭ നല്ലൊരു സ്ട്രോങ് സഭയായിട്ട് അവിടെ ചെല്ലുമ്പോൾ നിങ്ങളെ വിശ്വസ്തനായ ദാസനെയും ദാസിയെ എന്നുള്ള വിളി കേൾക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചർച്ചിന്റെ പേരിൽ നിങ്ങൾ അറിയപ്പെടണം, നിങ്ങളുടെ വിശ്വാസികൾ അറിയപ്പെടണം. നല്ലൊരു ചർച്ചാണ്, ശരിയായ രീതിയിൽ നിങ്ങൾ കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞ് ഹർത്താലിൽ നിന്നൊരു ശുപാർശ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും നമ്മുടെ ആ ചർച്ചിന്റെ ബേസിക് റൂൾസ് തെറ്റിക്കാതെ കൊണ്ടുപോകണം. ഓക്കെ, കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നതെന്നും കർത്താവിന്റെ നാമം ഉച്ചരിക്കുന്നവരെല്ലാം അനീതി വിട്ടാകുന്നവരുടെ ആകുന്നു എന്നാകുന്നു അതിന്റെ മുദ്ര. അതിന്റെ മുദ്ര എന്ന് പറയുന്നതിന് കാരണം എന്നറിയാമോ? പരിശുദ്ധാത്മാവിനെ നമ്മളെ മുദ്ര ഇട്ടു എന്ന് എഫെസ്യ ലേഖനത്തിൽ പറയുന്നുണ്ട്. നമ്മൾ വിശ്വസിച്ചപ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവ് വന്ന് പരിശുദ്ധാത്മാവ് നമ്മൾ മുദ്ര ഇട്ടു. ഈ മുദ്ര ഇട്ടു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഒരു മുദ്ര നമ്മുടെ മേൽ വീഴുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു മുദ്ര ഇട്ടു. ഇപ്പൊ നമ്മൾ ചിലപ്പോൾ കാണാമല്ലോ വീടുകളിലൊക്കെ, നാട്ടിലൊക്കെ ആണെങ്കിൽ ചില വീടുകളുടെ മുമ്പിലൊക്കെ മുനിസിപ്പാലിറ്റിയും പഞ്ചായത്തുകാരും ഒക്കെ വന്ന് മുദ്ര ഇടുന്നതാണ്. എന്താണെന്നറിയാമോ? ഇപ്പൊ നമ്മളിപ്പോ ഒരു പഞ്ചായത്തിലോ അല്ലെങ്കിൽ ഒരു മുനിസിപ്പാലിറ്റിയിലാണ് അവർ വന്നൊരു മുദ്ര ചേർന്നെന്ന് പറഞ്ഞാൽ ദിസ് ഹൗസ് ബിലോങ്സ് ടു ദിസ് മുനിസിപ്പാലിറ്റി. അത് അവർ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ്. അപ്പൊ ആ മുനിസിപ്പാലിറ്റിയിൽ ഈ വീടുണ്ടെങ്കിൽ ആ വീടിന് ആ മുനിസിപ്പാലിറ്റിയിലുള്ള എല്ലാ അവകാശങ്ങളും അതിലുണ്ട്. അപ്പൊ ആ seal shows the authority of that person. അപ്പൊ നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ സീൽ വീണിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ദൈവം അക്സെപ്റ്റ് ചെയ്യുന്നതാണ് അതിനർത്ഥം. പരിശുദ്ധാത്മ തന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സീലാണ്. പരിശുദ്ധം പറഞ്ഞാൽ നിങ്ങളെ ദൈവം അത് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ ഒരു കാര്യം ഓർത്തോണം, അതിന്റെ മുദ്ര അതാണെങ്കിൽ ആ മുദ്ര അതുകൊണ്ട് ഞാൻ ദൈവത്തിന്റെ ആണെന്ന് പറഞ്ഞാൽ പറയാം. പക്ഷേ അവിടെ പ്രത്യേകം എടുത്ത് പറയുന്നത് മുദ്ര ഉള്ളത് കൊണ്ടല്ല, അതിനകത്തൊരു കാര്യമുണ്ട്, ദൈവത്തിന്റെ സ്ഥിരമായ അടിസ്ഥാനം നിലനിൽക്കുന്നു എന്നുള്ളതാണ് അതിന്റെ മുദ്ര. മുദ്ര എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നീ ആ ദൈവത്തിന്റെ സ്ഥിരമായ അടിസ്ഥാനത്തിൽ എഗ്രി ചെയ്യുന്നു നീ സമ്മതിക്കുന്നതിന്റെയും കൂടെ പ്രമാണമാണ്. ഇപ്പൊ നിങ്ങളിൽ ഒരാളെ ദൈവം പരിശുദ്ധാത്മാവിനാൽ മുദ്ര ഇട്ടിരിക്കുന്നു എന്ന് പറയുമ്പോ ആ മുദ്ര വീണിരിക്കുന്നതിന് പിന്നെ നിങ്ങൾ കൊണ്ട്, കാരണം ഈ നിയമങ്ങളെല്ലാം ദൈവത്തിന്റെ നിയമങ്ങളെല്ലാം ഞാൻ പാലിക്കുക എന്നുള്ള ഉറപ്പിന്മേലാണ് ആ മുദ്ര വീണിരിക്കുന്നത്. അല്ലാതെ വെറുതെ ഇട്ടൊരു മുദ്രയല്ലത്. ദൈവത്തിന്റെ സീല് മാറ്റിയിട്ട് പല കാര്യങ്ങളും കേട്ടിട്ട് എനിക്ക് മുദ്രയുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അടുത്തൊരു പ്രയോജനമില്ല. അപ്പൊ ആ മുദ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ അതനുസരിച്ച് അതിനകത്ത് ഇനി ഒരു മായവും ചേർക്കത്തില്ല, ഇതിലൊന്നും ഡിലീറ്റ് ചെയ്യത്തില്ല. ആര് പറഞ്ഞാലും ഞാൻ ആ കാര്യത്തിനകത്ത് പോകത്തില്ല എന്നൊക്കെയുള്ള ഒരു ഉറപ്പിന്മേൽ ദൈവം നമുക്ക് തരുന്ന സ്വർഗീയ മുദ്രയാണ് പരിശുദ്ധാത്മാവ്. ഓക്കെ, ഇവിടെ അണിഞ്ഞിരിക്കുന്നത് കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നതെന്നും കർത്താവിന്റെ നാമം ഉച്ചരിക്കുന്നതെല്ലാം അനിതിയാകുന്നു അതിന്റെ മുദ്ര. ഇനി അടുത്തത്, ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ പറഞ്ഞ് വെക്കാം. എന്നാൽ ഒരു വലിയ വീട്ടിൽ ഇവിടെ ശ്രദ്ധിക്കണം. എന്നാൽ ഇതാണ് ദൈവത്തിന്റെ ഉദ്ദേശത്തിലേക്ക് നമ്മൾ വരിക. ഓക്കെ, ഇതെല്ലാം ചെയ്തിരിക്കുന്നതിന്റെ പിന്നിലുള്ള ഉദ്ദേശം. എന്നാൽ ഒരു വലിയ വീട്ടിൽ
പൊന്നും വെള്ളിയും കൊണ്ടുള്ള സാമാനങ്ങൾ മാത്രമല്ല, മരവും മണ്ണും കൊണ്ടുള്ളവയും ഉണ്ട്. ഇല്ലേ? ഇല്ലേ? നിങ്ങളൊക്കെ വീടുകളിലൊക്കെ ഒന്ന് ആലോചിച്ചൊക്കെ, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളല്ലേ, നിങ്ങളുടെ വീട്ടിലൊക്കെ ഒരേ ടൈപ്പുള്ള പാത്രങ്ങളാണോ? ആണോ? എത്ര വലിയ വീടാന്ന് പറഞ്ഞാൽ, അംബാനിയുടെ വീടാന്ന് പറഞ്ഞാൽ എല്ലാം സ്വർണ്ണം കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇനി അഥവാ സ്വർണം കൊണ്ടുള്ള കുറെ പാത്രങ്ങൾ ഉണ്ടെങ്കിൽ അത് കൂടുതൽ എവിടെ ആയിരിക്കും അറിയാം? ഷോക്കേസിലായിരിക്കും. അല്ല, ഉപയോഗിക്കാൻ വല്ലതും കൊള്ളാവും. നമുക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ, ഇച്ചിരി വെള്ളം കുടിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് സ്റ്റീൽ ഗ്ലാസ് വേണം, അല്ലെങ്കിൽ സ്റ്റീൽ ഗ്ലാസ് വേണം. അല്ലാതെ ഈ സ്വർണം കൊണ്ടുള്ളതൊന്നും എടുത്ത് നിങ്ങൾ ആരും ചായ ഒന്നും കുടിക്കത്തുള്ളൂ. സ്വർണം കൂടെ എടുത്താൽ ഞാനാണെങ്കിൽ വീട്ടിലെല്ലാം സ്വർണ്ണവും വെള്ളിയും കൊണ്ടൊക്കെ ഉണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞ് ഉണ്ടെന്നൊക്കെ വെച്ചോ, പക്ഷെ അതിനെ ഷോക്കേസിൽ വെക്കാനല്ലേ കൊള്ളത്തുള്ളൂ. പിന്നെ നിങ്ങൾ വീട്ടിലിരിക്കുന്ന ഈ പാത്രങ്ങൾ പലതെങ്ങനെ ഇരിക്കുന്നേ? നിങ്ങൾക്ക് ചില്ല് കൊണ്ടുള്ളതുണ്ട്, പ്ലാസ്റ്റിക് കൊണ്ടുള്ളതുണ്ട്. ഈ പാത്രങ്ങളൊക്കെ നിങ്ങൾ എങ്ങനെ വാങ്ങിച്ച? വീട്ടുടമസ്ഥൻ എങ്ങനെ വാങ്ങിച്ചത്? കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ഉപയോഗമുണ്ട്. നിങ്ങൾ എന്താണ് ഉപയോഗം എന്ന് നോക്കിയിട്ടാണ് അതിനനുസരിച്ചുള്ള ഒരു പാത്രം മാർക്കറ്റിൽ പോയി വാങ്ങിച്ചത്. അല്ലെ, അത് ആ പാത്രം ഏത് മെറ്റീരിയൽ കൊണ്ടുണ്ടാക്കിയതായാലും അതിനാവശ്യത്തിന്റെ മേൽ അതിന്റെ ഉടമസ്ഥൻ പോയി വാങ്ങിച്ചതാണ്. അപ്പൊ അതിന്റെ മെറ്റീരിയൽ അല്ല ഇമ്പോർട്ടൻസ്. അതുകൊണ്ട് തന്നെ ചില മെറ്റീരിയൽസ് ഉണ്ടാക്കിയത് കൊണ്ട് അതിന്റെ വില കുറയുന്നൊന്നുമില്ല. അവിടെയാണ് പറഞ്ഞിരിക്കുന്നത്, ഒരു വലിയ വീട്ടിൽ, ഈ വലിയ വീടെന്ന് ഉദ്ദേശിക്കുന്നത് ശ്രദ്ധിക്കണം, വലിയ വീടെന്ന് തിരുവനന്തപുരത്തിൽ ഉദ്ദേശിക്കുന്നത് ഈ ലോകത്തെ അൾട്ടിമേറ്റ്ലി അത് നിത്യരാജ്യത്തിലേക്ക് പോകുന്നതുമാണ്. ഓക്കെ, ആ വലിയ വീട്ടിൽ പലതരത്തിലുള്ള ജോലികളുണ്ട്, പലതരത്തിലുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട്, പല ആവശ്യങ്ങളുണ്ട്. അപ്പൊ അതനുസരിച്ച് ആണ് ദൈവം ഓരോ മനുഷ്യരെയും ഓരോ നിലയിലാക്കിയിരിക്കുന്നത്, ഓരോ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത്, ഓരോ കൃപാവരങ്ങൾ കൊടുത്തിരിക്കുന്നത്, ഓരോ സ്ഥലത്താക്കിയിരിക്കുന്നത്, ഓരോ സമയത്ത് നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. അപ്പൊ ഏതെല്ലാം രീതിയിലായിരുന്നാലും ശരി, നമ്മൾ ഓരോരുത്തരും ഇന്ന് ദൈവരാജ്യത്തിൽ കാണപ്പെടുന്നുണ്ടെങ്കിൽ അതെല്ലാം ദൈവം നിങ്ങളെ ദൈവിക ആവശ്യത്തിന് വേണ്ടി, ദൈവരാജ്യത്തിലെ ആവശ്യത്തിന് വേണ്ടി വിലയ്ക്ക് വാങ്ങി കൊണ്ടുവന്നവരാ. ദൈവം നിങ്ങളെ ആ ദൈവരാജ്യത്തിലേക്ക് ദൈവത്തിന് ആവശ്യമുള്ളത് കൊണ്ട് ദൈവം സ്വന്തമായിട്ട് നിങ്ങളെ കൊണ്ടുവന്നതായി വീട്ടിലേക്ക്. അപ്പൊ ഒരു ഉപയോഗമുള്ള പാത്രമായി നിങ്ങൾ ദൈവരാജ്യത്തിൽ തീരണം എന്നുള്ള അർത്ഥം. അല്ലെങ്കിൽ ഉപയോഗമില്ലായിരുന്നെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ രാജ്യത്തിൽ വരത്തില്ല. അപ്പോ തന്നെ നമ്മളിൽ രണ്ടുപേരും ഒരിക്കലും ഒരേ തരത്തിലുള്ള പാത്രങ്ങളല്ല, ഒരേ തരത്തിലുള്ള വെസലല്ല. അതിന്റെ കാലം അറിയാമോ? രണ്ടുപേരെ കുറിച്ചുള്ള ഉദ്ദേശവും ജോലിയും വേറെയാണ്. ഒരു ഗ്ലാസ് എന്താ സ്റ്റീൽ ഗ്ലാസ്, വേറെ ഗ്ലാസ് എന്താ മണ്ണുകൊണ്ടുള്ള ഗ്ലാസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം അതിനെ കൊണ്ടിരിക്കുന്ന അതിനകത്ത് വേറെ ചില പ്രത്യേക ഉദ്ദേശങ്ങൾ അതിനെ കൊണ്ടുള്ളത്. അപ്പൊ അതനുസരിച്ചായിരിക്കും അതിനെ വാങ്ങിച്ചിരിക്കുന്നത്. ഇപ്പൊ ഡാനിയെ കുറിച്ചുള്ള ഉദ്ദേശം അല്ല വെള്ളിയെ കുറിച്ചുള്ള ഉദ്ദേശം. അപ്പൊ ഈ രണ്ട് വെള്ളിയും രണ്ട് തെരഞ്ഞെടുപ്പും രണ്ട് തരത്തിലുള്ള സ്റ്റാറ്റസിൽ നിങ്ങൾ വെച്ചിരിക്കുന്നതിന്റെ ഉദ്ദേശം ഞാൻ നിങ്ങളെ രണ്ടുപേരെയും കുറിച്ചുള്ള ദൈവിക പദ്ധതി രണ്ടെണ്ണോ. അപ്പൊ അതനുസരിച്ച് അപ്പൊ അതിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നമ്മൾ ഒരുമിച്ച് നോക്കിയതല്ലേ നാട്ടിലൊക്കെ ലോകത്തിലൊക്കെ എന്താ ഇത്രമാത്രം ഡിവിഷൻസ്? ചിലര് വലിയവര്, ചിലര് താണവര്, ചിലർ റിച്ച്, ചിലര് പൂവര്. അതൊക്കെ നിങ്ങൾ നോക്കുന്ന രീതികളാണ്. പക്ഷെ ഇവരൊക്കെ ഇല്ലെന്നുണ്ടെങ്കിൽ ലോകം എങ്ങനെ പോകും? ഒരു വീട്ടിൽ ഇപ്പൊ ഞാൻ ദൈവം ചോദിക്കുക, എല്ലാം സ്വർണ്ണപാത്രങ്ങൾ ഇങ്ങനെ ഷോക്കേസിലിരിക്കുന്ന പാത്രങ്ങൾ മതിയോ? ഇപ്പം വരാന്തയിൽ മാത്രം വെക്കുന്ന, റൂമിനകത്ത് പോലും കേട്ടാത്ത ചില പ്ലാസ്റ്റിക് പാത്രങ്ങളുണ്ട്, വേസ്റ്റ് ഇടാനും ഒക്കെ ഉള്ളത് നമ്മൾ വെക്കാറുണ്ട്. അത് പ്ലാസ്റ്റിക് കൊണ്ടുള്ള പാത്രമായിരിക്കും എന്ന് കരുതി ആ പ്ലാസ്റ്റിക് പാത്രത്തിന് വിലയില്ലെന്നാണോ? അതിന് ഇമ്പോർട്ടൻസ് ഇല്ലെന്നാണോ? ആ പ്ലാസ്റ്റിക് പാത്രം ഒന്ന് മാറി നിൽക്കട്ടെ, ആ വീട് അങ്ങനെ ഇരിക്കും. ആ വീടിനെ വീടാക്കാൻ, ആ വീടിന്റെ കാര്യം അടയ്ക്കാൻ ആ പ്ലാസ്റ്റിക് പാത്രം വഹിക്കുന്ന പങ്ക് എന്ത് ഇമ്പോർട്ടന്റ് ആണെന്ന് അറിയാമോ? അത് ഏത് ഉപയോഗത്തിന് ഉപയോഗിക്കുന്നോ, ഏത് മെറ്റീരിയൽ ഉണ്ടാക്കുന്നോ അത് ഉടമസ്ഥൻ അതെങ്ങനെ ഉപയോഗിക്കുന്നു. ഉടമസ്ഥൻ ഇപ്പൊ ഞാൻ ചിലപ്പോൾ ഇങ്ങനെ പ്രസംഗിച്ചിട്ടുണ്ട്. അതായത് ഇപ്പൊ നമുക്കൊരു പാത്രം, സ്വർണ്ണ പാത്രമോ വലിയ വല്ലതും അലമാരി ഷോക്കേസിൽ നിന്ന് താഴോട്ട് വീണ് അതൊക്കെ പൊട്ടി അങ്ങ് പോയപ്പോൾ അല്ലെങ്കിൽ ചടങ്ങി പോയി ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയിലായി പോയി എന്നിരിക്കട്ടെ. അപ്പൊ അതേ ദിവസം തന്നെ നമ്മുടെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഏതെങ്കിലും തവയോ റൊട്ടിയൊക്കെ ഉണ്ടാക്കുന്ന തവയും താഴെ പൊട്ടിപ്പോയി അല്ലെങ്കിൽ ഒടിഞ്ഞു പോയി. നിങ്ങളോട് ചോദിക്കുന്നത്, നിങ്ങൾ അന്ന് തന്നെ പോയി മാർക്കറ്റിൽ പോയി വാങ്ങിക്കുന്നത് എന്തായിരിക്കും? തവയായിരിക്കുമോ സ്വർണ്ണപാത്രമായിരിക്കുമോ? ആരുടെ തവ വാങ്ങിക്കും? തവ വളരെ ചീപ്പായിട്ടുള്ള സാധനമല്ലേ, കറുത്ത സാധനമല്ലേ, ആർക്കും ഇഷ്ടപ്പെടാത്ത സാധനം അല്ല. അത് കരപ്പാക്കാനുള്ളതായിരിക്കാം, നമുക്ക് ചിലപ്പോൾ ഇതിന്റെ വില കുറച്ചൊക്കെ കിട്ടുന്നതായിരിക്കാം. പക്ഷേ വീട്ടിലെ ആവശ്യം അതാ.
അല്ലാതെ സ്വർണ്ണം ആയതുകൊണ്ട് ഞാൻ മാന്യനാണെന്ന് പറഞ്ഞു. മാന്യതയല്ല ദൈവത്തിന് ആവശ്യം, വലിയവനെ അല്ല ദൈവത്തിന് ആവശ്യം. ഉപയോഗിക്കാൻ കൊള്ളാവുന്നതിനാണോ? നിന്റെ ഉടമസ്ഥന് ഉപയോഗിക്കാൻ കൊള്ളാവുന്നതിനാണോ? നിന്നെ ദൈവത്തിന് ഉപയോഗിക്കാൻ കൊള്ളാമോ? അല്ല, നീ എത്ര വലിയ മാന്യൻ. ദൈവം തന്റെ ശിഷ്യന്മാരായിട്ട് തെരഞ്ഞെടുത്തിൽ എത്ര പേരുണ്ട് മാന്യന്മാർ? എത്ര വലിയവരെയാ ദൈവം തെരഞ്ഞെടുത്തേ? ദൈവം ഓരോരുത്തരെ നോക്കുമ്പോൾ ദൈവത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന വെസൽസിനെ മാത്രമേ ദൈവം എടുക്കത്തുള്ളൂ. അതിനകത്ത് മീൻകാരുണ്ട്. പക്ഷെ ദൈവം നോക്കിയത് മീൻകാരനെ അല്ല, മീൻകാരനെ എങ്ങനെ ദൈവത്തിന് ഉപയോഗിക്കാൻ പറ്റുമെന്ന് ദൈവത്തിന് അറിയാം. അതുകൊണ്ട് അവരെ വിളിച്ചു. പൗലോസ് അപ്പോസ്തലൻ നല്ല ഹൈവൈ ഒക്കെ ആയിരുന്നു, നല്ല സാമ്പത്തിക ശേഷിയുള്ള പഠിത്തമുള്ള, പക്ഷെ എന്ന് കരുതി ഉപയോഗിക്കാൻ പറ്റായികയൊന്നുമില്ല. അല്ലെങ്കിൽ നമ്മളായിരിക്കും താഴ്മ, മീൻസ് ഒരുപാട് ദരിദ്രമായിട്ടുള്ളവരെ മാത്രമേ ദൈവം, അങ്ങനെയൊന്നുമില്ല. ദൈവത്തിനറിയാം ആരെ എവിടെ എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും. ആ ഉപയോഗിക്കാൻ എന്നെ ഉപയോഗിക്കണം, ദൈവം നീ എന്നെ ഉപയോഗിക്കണമേ എന്നുള്ള ഒരു താഴ്മയോടെ ദൈവത്തോട് പറയാം. അതിനായിട്ട് ഞാൻ ഇതാ തയ്യാറാണ്, ഒരു വില്ലിംഗ് ആണ് എന്ന് നീ പറയുമ്പോൾ മാത്രമേ നീ ഒരു നല്ല പാനപാത്രമാകത്തുള്ളൂ ദൈവത്തിന്. ഏതവസ്ഥയിലാണെങ്കിലും ശരി, ഏത് രീതിയിലാണെങ്കിലും ശരി, ദൈവമേ ഞാൻ തയ്യാറ്, എന്നെ നീ ഉപയോഗിക്കണമേ, എന്റെ ശക്തി ഞാൻ അതിന് തയ്യാറാണ്. ഇപ്പൊ ഞാൻ പറയാം, യെശയ്യാവിന്റെ പുസ്തകത്തിലെ 6-ാം അധ്യായത്തിനകത്ത് യെശയ്യാവിനോട് ദൈവം ചോദിക്കുന്നുണ്ട്. യെശയ്യാവിനോട് അല്പ കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷം യെശയ്യാവിനെ അറിയാമല്ലോ, യെശയ്യാവിനെ ദൈവത്തിന്റെ സ്വർഗീയ ദർശനം കാണിച്ചപ്പോൾ അയ്യോ ഞാൻ കർത്താവിനെ അവിടെ അങ്ങനെ കണ്ടപ്പോൾ അയ്യോ ഞാൻ അശുദ്ധൻ, ഞാൻ ഇത്രയും നാള് പ്രതീക്ഷിച്ചതിനേക്കാളൊക്കെ എത്രയോ ഉയരത്തിലാണ് ദൈവം എന്നൊക്കെ മനസ്സിലാക്കിയപ്പോൾ തന്നിലുള്ള അശുദ്ധി കാണുകയും എന്ന് ഞാൻ എങ്ങനെ എൻ്റെ നാവിനെ ഈ ശുദ്ധീകരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ദൈവം തന്നെ ഒരു അഗ്നി കൊള്ളിയെടുത്ത് അവരുടെ നാവെ തൊട്ട് അവനെ ശുദ്ധമാക്കിയെന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. കാരണം പ്രവാചകന്റെ ശുശ്രൂഷ നാവിന്റെ ശുശ്രൂഷയല്ലേ, പ്രവചനങ്ങൾ പറയുക എന്നുള്ളതല്ലേ. അപ്പൊ എന്നാൽ ഞാൻ നിന്റെ നാവിനെ ഞാൻ ഒന്നുകൂടെ തൊട്ട് ശുദ്ധീകരിക്കുകയാണ്. ഇനി പറയുമ്പോൾ നീ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടും മനസ്സിലാക്കിയിട്ടും ഒക്കെ സംസാരിക്കത്തുള്ളൂ. അപ്പൊ ആ രീതിയിൽ യെശയ്യാവിനെ തയ്യാറാക്കിയതിന് ശേഷം യെശയ്യാവ് തയ്യാറായി കഴിഞ്ഞപ്പോൾ ദൈവം ചോദിച്ചു, എനിക്ക് വേണ്ടി ആർ പോകും? യെശയ്യാവിനെ ഉദ്ദേശിച്ചായിരിക്കാം ചോദിച്ചത്. പക്ഷെ യെശയ്യാവ് ചോദിച്ചത് ഒരു കോമൺ ചോദ്യമാണ്, എനിക്ക് വേണ്ടി ആർ പോകും? പെട്ടെന്ന് യെശയ്യാവ് പറഞ്ഞു, ഞാൻ റെഡി, എന്നെ അയക്കണമേ. നീ എന്നെ തയ്യാറാക്കി, എന്റെ നാവിനെ തൊട്ട് സൗഖ്യമാക്കി. ആർക്ക് വേണ്ടി? എന്നെ അയക്കണമേ. എന്റെ ജീവിതത്തിൽ നീ എല്ലാം തന്നു, നല്ല കാര്യങ്ങൾ തന്നു, നല്ല ഭാവി തന്നു, നല്ല രീതിയിൽ തന്നു, എല്ലാം തന്നു. ദൈവമേ, ഞാൻ നിനക്ക് വേണ്ടി പ്രയോജനപ്പെടാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഒരു ആഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ദൈവം പറഞ്ഞല്ലോ, ഒരു വലിയ വീട്ടിലെ പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ് ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ഇവിടെ പറഞ്ഞ ഒരു വലിയ വീട്ടിൽ എന്ന് പറയുന്ന ആ വലിയ വീട്ടിൽ നിന്ന് സ്വർഗരാജ്യമാണ്. ആ സ്വർഗരാജ്യത്തിലെ പ്രയോജനപ്പെടാൻ വേണ്ടിയിട്ടാണ് ബെസ്സലായിട്ടിരിക്കുന്ന നമ്മളെയൊക്കെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത് ഒരു വലിയ വീട്ടിൽ പൊന്നും വെള്ളിയും കൊണ്ടുള്ള സാമാനങ്ങൾ മാത്രമല്ല, മരവും മണ്ണുകൊണ്ടുള്ളവയും ഉണ്ട്. അതെല്ലാം ഉണ്ട്. കാരണം ഞാൻ എന്നെ എന്തിനാ ഇങ്ങനെ ചെറുതായിട്ട് നിർമ്മിച്ചത്, അല്ലെങ്കിൽ എന്നെ ഇങ്ങനെ കുറഞ്ഞവനായിട്ട് നിർമ്മിച്ചത്, അവരെയൊക്കെ ഇത്ര വലിയ ഹൈഫൈ ആയിട്ട് നിർമ്മിച്ചത്? ഈ ക്വസ്റ്റ്യൻ പാടില്ല. അതല്ല ക്വസ്റ്റ്യൻ. ഞാൻ ഏതവസ്ഥയിലാണോ നീ ഇരിക്കുന്നത്, എവിടെ നിന്നാണോ നിന്നെ ഇതിലേക്ക് വിളിച്ചത്, നിനക്ക് നിന്റെ ഉടമസ്ഥന് വേണ്ടി പ്രയോജനപ്പെടാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ നീ ഒരു മാനപാത്രം. നീ എത്ര വലിയ ഹൈഫൈ ആയിട്ടുള്ള പാത്രമാണ്, ദൈവന്റെ ഉടമസ്ഥന് പ്രയോജനപ്പെടുത്തില്ലെങ്കിൽ നിന്നെ കൊണ്ട ഉടമസ്ഥന് എന്താ പ്രയോജനം? അതല്ല, പാത്രത്തിന്റെ വിലയോ പാത്രത്തിന്റെ സ്റ്റൈലോ പത്രത്തിന്റെ മഹത്വം അല്ല വലുത്. പിന്നെയോ ആ ഉടമസ്ഥന് നീ ഉപയോഗിക്കാൻ തക്കവണ്ണം യോഗ്യമാണോ എന്നുള്ളതാണ് അതിനകത്തെ കാര്യം. സമയം ഓക്കെ. ഒരു വലിയ വീട്ടിൽ പൊന്നും വെള്ളിയുമുള്ള സാമാനങ്ങൾ മാത്രമല്ല, മരവും മണ്ണുകൊണ്ടുള്ളവയും ഉണ്ട്. ചിലത് മാന്യകാര്യത്തിനും ചിലത് ഹീനകാര്യത്തിനും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജോലിയെ സംബന്ധിച്ച്, നമ്മൾ ചെയ്യുന്ന ജോലി സംബന്ധിച്ച് പല കാര്യത്തിലുമായിട്ട് നമ്മൾ ഡ്രസ്സ് വെക്കുന്ന അലമാരി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും നല്ലത്, നല്ല രീതിയിലൊക്കെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വേസ്റ്റ് ഇടുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ വെളിയിൽ വെക്കത്തുള്ളൂ. അത് നമ്മുടെ നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്കനുസരിച്ച് ചില മാന്യതകളൊക്കെ കൊടുത്തിട്ടുണ്ടെന്നല്ല, അല്ലാതെ അത് മാന്യമായിട്ടൊന്നുമല്ല. അതാ വീട്ടിലെ ആവശ്യത്തിന് തക്കണം. ഒരു നല്ല ഷർട്ട് ഇടുന്നുണ്ടെങ്കിൽ, നല്ല ഡ്രസ്സ് ഇടുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വെച്ചെങ്കിലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ചില നല്ല സ്ഥാനങ്ങൾ കൊടുത്തു എന്നുള്ളതിൽ കവിഞ്ഞ് ഇമ്പോർട്ടൻസ് നോക്കിക്കഴിഞ്ഞപ്പോൾ അലമാരയുടെ അത്രയും തന്നെ, ഒരുപക്ഷെ അതിനെക്കാട്ടിൽ ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ വേസ്റ്റ് ഇടുന്ന പാത്രത്തിന്. കാരണം ആ വീട്ടിലെ ഏറ്റവും വലിയ ജോലി ചെയ്യുന്നതും ആവശ്യപ്പെടുന്നതും അതാ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് പാത്രങ്ങളുടെ
ഉപയോഗത്തെ നോക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് അങ്ങനെ ചെറിയ പ്രധാനം അങ്ങനെയൊന്നുമില്ല. നീ എന്തിനാണ് ഇപ്പം നമ്മുടെ ശരീരത്തിൽ പല അവയവങ്ങളുണ്ട്, എല്ലാത്തിനും ഒരേ അളവല്ല, പലതരത്തിൽ. ഇപ്പം നമ്മുടെ കൈയിൽ 5 വിരലുണ്ടെങ്കിൽ 5 വിരലും 5 വലിപ്പമാണ് അല്ലെ. അപ്പൊ ഒരു വിരൽ പറയുകയാണ്, ഈ എന്നെ കുഞ്ഞുവിരൽ പറയുകയാണ്, എന്നെ എന്താ ഈ നടുവിരൽ പോലെ ആക്കാൻ എന്ന്. അങ്ങനല്ല, നിന്നെ കൊണ്ട് ഉദ്ദേശിക്കുന്ന, നീ കൈകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചില കാര്യങ്ങൾക്ക്, ഓരോ കാര്യങ്ങൾ പിടിക്കാനൊക്കെ. അതിന് നീ എല്ലാ വിരലും കൂടെ ഒരു പിരുന്നാൽ എങ്ങനെ ഇരിക്കും? അപ്പൊ അതിനനുസരിച്ചാണ് നീ ഓരോ കാര്യം വെച്ച് കഴിഞ്ഞാൽ കംപ്ലൈന്റ് ചെയ്യേണ്ട. നേരത്തെ അല്ല വേണ്ടത്, നിന്നെ അഭിഷേകം ചെയ്ത് ഈ ശരീരത്തോട് ചേർത്തിട്ടുണ്ടെങ്കിൽ ഈ ശരീരത്തിന് വേണ്ടി നീ എങ്ങനെ പ്രയോജനപ്പെടണമെന്ന് നീ തന്നെ അങ്ങ് സമർപ്പിച്ചാൽ മതി. മനസ്സിലായി? അപ്പൊ നിനക്ക് ആരും ചോദിക്കത്തില്ല കുഞ്ഞുവരലാണോ വലുത്, നടുവരലാണോ വലുതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമേ ഇല്ല. എല്ലാ വിരലും ഇമ്പോർട്ടന്റ് ആണ്. അല്ല സൈസ് നോക്കിയോ ഒന്നും അല്ല ഒരു കാര്യത്തിന്റെ ഇമ്പോർട്ടൻസ് കൊണ്ട് നിൽക്കുന്നത്. നീ ആ ശരീരത്തിന് വേണ്ടി ഇപ്പൊ നീ ഈ വിരലാണെങ്കിലും ശരി, കാലാണെങ്കിലും ശരി, എല്ലാം കൂടെ യോജിപ്പിച്ചിരിക്കുന്നത് ഈ തലയോടാണ്. എല്ലാം ഈ തലയുടെ നിന്ന് കിട്ടുന്ന ഓർഡർ അനുസരിച്ച് ചെയ്യുന്നത്. അപ്പൊ ആ തല പറയുന്നതിനനുസരിച്ച് ചെയ്യാൻ നീ തയ്യാറാണോ? നിങ്ങൾ കണ്ടിട്ടില്ലേ ചില ആൾക്കാരുടെ കയ്യും ഒക്കെ മീൻസ് തളർന്നിരിക്കുന്നത്, അപാഹിച്ചെന്ന ഹിന്ദി പറയുന്നത്, അതിന്റെ മലയാളത്തിൽ എന്താ പറയുന്നത്? കൈ തളർന്നിരിക്കുന്ന പാരലൈസ് ചെയ്തിട്ടുള്ളൂ ആൾക്കാരല്ലേ. അപ്പൊ നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാം അതിന്റെ അർത്ഥം. നമുക്ക് തോന്നുന്നു അതൊരു ശരിയല്ലല്ലോ, ശരിയല്ലാത്തൊരു ഇതാണ്. അത് നമുക്ക് തോന്നുന്ന കാരണം എന്തറിയാമോ? ഈ തലയുടെ ഓർഡർ അനുസരിക്കാൻ തക്കൊണ്ട് ആ കൈക്ക് യോഗ്യതയില്ല, അതിന് പറ്റത്തില്ല. അതായത് മാസ്റ്ററായിരിക്കുന്ന തലയുടെ ഓർഡർ അനുസരിച്ച് ചെയ്യാൻ പറ്റാത്ത ഇത് ഒരു അഡീഷണൽ ഭാരമായി ശരീരത്തിന്. അപ്പൊ ഏതൊരു പാത്രവും അതിന്റെ ഉടമസ്ഥന് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ ഒരു പാരലൈസ്ഡ് പേഴ്സൺ ആണ് ചർച്ചിൽ വന്നിരിക്കുന്നത്. കാരണം നിന്നെ ദൈവം കർത്താവിന്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങി തന്റെ ഭവനത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് അവിടെ പ്രതിഷ്ഠിച്ച് ഷോക്കേസിൽ വെക്കാനല്ല, സ്വർഗത്തിലെ ഷോക്കേസിൽ വെക്കാനല്ല, ദൈവത്തിന്റെ കൂടെ ചേർന്ന് കൂട്ടുവേലക്കാരായി ദൈവിക സ്വർഗീയ പദ്ധതിയിൽ ചേർക്കാനാണ് നിന്നെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എനിക്ക് അവിടെ ഹൈഫൈ ആയിട്ടുള്ള പോസ്റ്റ് വേണം, അങ്ങനെയുള്ളതാണെങ്കിലാണ് എനിക്ക് അവിടെ വരേണ്ടതെന്നൊക്കെ പറയാം. അതിനെക്കുറിച്ച് തന്നെ വേറെ ദിവസം പല ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. ഒരിക്കൽ ശിഷ്യന്മാർ ചോദിച്ചു, രണ്ട് ശിഷ്യന്മാർ പറഞ്ഞു എനിക്ക് നിന്റെ വലതായിട്ട്, അമ്മ വന്നിട്ട് പറഞ്ഞു എനിക്ക് നിന്റെ യേശുക്രിസ്തുവിന്റെ വലതുഭാഗത്തും ഇടതുഭാഗത്തും ഇരിക്കാൻ സഭൈന്യ മക്കൾ വന്ന് പറഞ്ഞിരിക്കണം എന്നല്ലേ. പണ്ട് പറഞ്ഞു ഈ വലതുഭാഗത്ത് ആരായിരിക്കുന്നത് ഇടതുഭാഗത്ത് ഇരിക്കുന്നത് ഞാനല്ല തീരുമാനിക്കുന്നത്, യേശുക്രിസ്തു പറഞ്ഞു. ഇതൊക്കെ ദൈവമാണ് തീരുമാനിക്കുന്നത്. പിന്നെ അതുപോലെ ശിഷ്യന്മാർ ഒരിക്കൽ ചോദിച്ചു നമ്മളിൽ ആരാ വലിയവൻ? ഇത് നമ്മുടെ മനുഷ്യമായ ചിന്തയാണ്, നമ്മുടെ മനുഷ്യമായിട്ടുള്ള ചിന്തയാണ്, മനസ്സിലായി? പക്ഷെ അവിടെ വരുന്നവരെ കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത് അറിയാമോ? യേശുക്രിസ്തു കാണിച്ചു കൊടുത്ത ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ഉണ്ട്. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തില് കർത്താവ് അത്താഴം കഴിഞ്ഞ ശേഷം തോർത്തെടുത്ത് അരയിൽ ചുറ്റി, ഒരു തോർത്തെടുത്ത് അരയിൽ ചുറ്റി അല്ലെ, എന്നിട്ട് തന്റെ ശിഷ്യന്മാരുടെ പാദം കഴുകി. ഈ തോർത്തെന്നൊക്കെ പറഞ്ഞ എന്താണെന്നറിയാമോ? തോർത്തൊന്നും കർത്താവ് ഉപയോഗിക്കേണ്ട വസ്ത്രം അല്ലത്. എന്നാൽ ഒരാളെ കാല് കഴുകണമെങ്കിൽ കുനിഞ്ഞിരിക്കണം എന്നുണ്ടെങ്കിൽ ഒരു തോർത്ത് ഉപയോഗിക്കേണ്ടി വന്നാൽ ഉപയോഗിക്കുന്നവനായിരിക്കണം ദൈവത്തിന്റെ വേലക്കാരൻ. അവിടെ നീ സ്റ്റാറ്റസ് അല്ല നോക്കുന്ന, പാന്റ് അല്ല ഇടുന്നത്, ഞാൻ പാന്റ് എഴുതുള്ളൂ അതിലിടുന്നത് അതല്ല. അതിപ്പോ നീ നിനക്ക് ഇവിടെ നീ സ്വർഗത്തിൽ ഏറ്റവും വലിയവൻ ആദ്യം ദാസനാകണം, ഏറ്റവും എല്ലാവരുടെയും ദാസനാകണം. അതുകൊണ്ടാണ് കർത്താവ് ഒരിക്കൽ ചോദിച്ചു ശിഷ്യന്മാരോട്, ഒരു ആഹാരത്തിന് ഡൈനിങ് ടേബിളിൽ ഇരിക്കുമ്പോൾ ഉണ്ണുന്നവനാണോ ഇമ്പോർട്ടന്റ്, വിളമ്പുന്നവനാണോ ഇമ്പോർട്ടന്റ്? നിങ്ങളൊന്ന് പറ. സാധാരണ രീതിയിൽ നമ്മൾ ഒരാൾക്ക് കുറെ പേര് ഇരിക്കുന്നത് നമ്മൾ ആഹാരം വിളമ്പി കൊടുക്കുന്നു, ഒരാൾ വിളമ്പി കൊടുക്കും. അപ്പം അതിനകത്ത് 2 കൂട്ടരെ കാണാം, കഴിക്കാനിരിക്കുന്നവരെയും കാണാം, വിളമ്പി കൊടുക്കാനിരിക്കുന്നവരെയും. നിങ്ങളുടെ ബുദ്ധിയിൽ ആലോചിച്ചിട്ട് പറഞ്ഞാൽ ആരാ ഇതിനകത്ത് യഥാർത്ഥത്തിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്? ആഹാരം കഴിക്കാനിരിക്കുന്നവരാണോ വിളമ്പി കൊടുക്കുന്നവരാണോ? പറയാൻ ബുദ്ധിമുട്ടാണ്. അതെങ്ങനെയാ? അതിപ്പോ വചനത്തിൽ കൂടെ കണ്ടിട്ട് പറഞ്ഞതല്ലേ, അല്ലാതെ യഥാർത്ഥത്തിൽ നമ്മുടെ വീട്ടിൽ ഒരാൾ വന്ന് ആഹാരം കൊടുക്കുമ്പോൾ ആ വ്യക്തി വലിയവനായതുകൊണ്ടില്ലേ അവരെ വിളിച്ച് കൊടുക്കുന്നത്. സാധാരണ രീതിയിൽ ആഹാരം കഴിക്കുന്ന ആളിനല്ലേ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കർത്താവ് ചോദിച്ചു, എന്നെ അറിയാൻ നിൽക്കുക, ദൈവത്തിനാണെന്നുള്ളത് നിങ്ങൾ അറിയാം. പക്ഷെ യഥാർത്ഥത്തിൽ നിങ്ങളാണോ വലുത്, ഞാനാണോ വലുത്? ഞാനല്ലേ, ഞാനാണല്ലോ വലുതാവേണ്ടത്. പക്ഷെ ഞാൻ എന്താ ചെയ്യുന്നത്? നിങ്ങളെ ഇരുത്തിയിട്ട് ഞാൻ വിളമ്പി തരിക. മനസ്സിലായി? കർത്താവ് ചോദിച്ച കാര്യം.
നിങ്ങളെ ഇരുത്തിയിട്ട് ഞാൻ വെളുപ്പിത്തരാം, നിങ്ങളെ ഇരുത്തിയിട്ട് നിങ്ങളുടെ കാല് ഞാൻ കഴുകും. നിങ്ങൾക്കറിയാം ഞാനാണ് ഇമ്പോർട്ടൻ്റ്, ഞാനാണ് ദൈവം. ആ ഞാൻ വന്നിട്ട് ഞാൻ എന്താ ചെയ്തത് നിങ്ങൾ കണ്ടു. ഇത് ഭൂമിയിലെ നിയമമല്ല. പറഞ്ഞില്ലേ, ശുശ്രൂഷകനാകാൻ വയ്യാത്തവൻ ഒരിക്കലും മാസ്റ്ററാകാൻ ചെയ്യരുത്. മനസ്സിലായോ? അപ്പൊ സ്വർഗത്തിൽ നിത്യതയിൽ നമ്മൾ പോകുമ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ വലിയ എന്താ പറയുക, നമ്മളിപ്പോ ചിലപ്പോൾ ഇങ്ങനെ പറയാറുണ്ടല്ലോ, വലിയ വലിയ ഒരിക്കലും ഇങ്ങനെ പറയുന്നുണ്ട്, ഇവിടുത്തെ എം ഡി ആരാണ്, ഒരു ഓഫീസ്, വലിയൊരു ഓഫീസ് എന്നിട്ട് ഇവിടുത്തെ എം ഡി ആരാണെന്ന് ചോദിച്ചു. ആർക്കും മനസ്സിലായില്ല. അപ്പൊ എം ഡി എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഓരോ റൂമുകൾ ഇങ്ങനെ നോക്കിയപ്പോൾ ഒരാൾ എം ഡി ഇതായിട്ട് ബോർഡൊന്നും വെച്ചിട്ടില്ല. പിന്നെ എങ്ങനെ മനസ്സിലായി? കാരണം ഏറ്റവും വലിയ ടേബിൾ അവിടുത്തേതാണ്, ഏറ്റവും വലിയ ചെയർ അവിടുത്തേതാണ്. കാരണം അവർ ഈ ടേബിളും ചെയറും ഡ്രസ്സും ഒക്കെ നോക്കി അവരുടെ സ്റ്റാറ്റസ് നോക്കും. സ്വർഗത്തിൽ അങ്ങനല്ല. സ്വർഗത്തിൽ അങ്ങനല്ല. സ്വർഗത്തിൽ ഏറ്റവും താഴ്ന്നവൻ ഏത് രീതിയിലാണ് ഏത് ജോലിയും ചെയ്യാൻ തയ്യാറ്. അല്ലെങ്കിൽ അവിടെ ചെന്ന് മാസ്റ്ററായിട്ട് ഇരുന്ന് കർത്താവിനെ അവിടെ നോക്കി. ഈവൻ ദൈവം പോലും സെർവന്റ് ശുശ്രൂഷ ചെയ്യുന്ന, കാരണം എന്റെ കൂടെ കൂട്ടുവേലക്കാരെന്നാ കൊല്ലയിലെ എന്ന് പറയുന്നേ. നമ്മളെ വിളിക്കുന്ന കൂട്ടുവേലക്കാരാകുമ്പോൾ ഒരാളെ കൂട്ടുവേലക്കാരെന്ന് വിളിക്കുന്നത് ആ വ്യക്തി ആദ്യം ജോലി ചെയ്തിട്ട് കൂടെ നിൽക്കുന്നവരെയല്ലേ കൂട്ടുവേലക്കാരെന്ന് വിളിക്കുന്നു. അല്ലാതെ ഞാനിപ്പം ഒരു ചെയറിൽ ഇരുന്നുകൊണ്ട് എല്ലാവരെയും കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ എന്റെ കൂട്ടുവേലക്കാരെന്ന് പറയുമോ? കൂട്ടുവേലക്കാരെന്ന് പറയുന്നത് ആദ്യം ഞാൻ ജോലി ചെയ്യുന്നവനാകണ്ടേ. മനസ്സിലായില്ല? ഇപ്പൊ ഞാനൊരു ഓഫീസർ അല്ലെങ്കിൽ ഞാനൊരു മുതലാളിയാണ്, എന്നിട്ട് ജോലിക്കാരെ കൊണ്ട് ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെന്റെ തൊഴിലാളികളാണ്, അല്ലാതെ അവരുടെ കൂട്ടുവേലക്കാരല്ല. ഞാൻ മാസ്റ്റർ അല്ലേ, ഞാൻ മുതലാളിയല്ലേ. അതല്ലേ ഇവിടുത്തെ രീതി. പക്ഷെ കർത്താവ് എങ്ങനെ പറഞ്ഞുകൊണ്ടില്ല ലേഖനത്തിൽ, നിങ്ങൾ എൻ്റെ കൂട്ടുവേലക്കാർ, ഫെലോ വർക്കേഴ്സ്. ഫെലോ വർക്കേഴ്സ് എന്ന് മറ്റുള്ളവരെ വിളിക്കണമെന്നുണ്ടെങ്കിൽ ഈ വ്യക്തി എന്താ ചെയ്യുന്നത്? ഈ വ്യക്തി ആദ്യം വർക്ക് ചെയ്യുന്നു. അപ്പൊ ആ ഒരു രീതി ദൈവത്തിന് പോലും ഇല്ല, പക്ഷെ ഇവിടുത്തെ മനുഷ്യർക്കുണ്ട്. അപ്പൊ ജോലി ചെയ്യുന്നത് എന്തെന്നുള്ളതോ അല്ലെന്നുള്ളതല്ല, നീ പ്രയോജനപ്പെടുന്നവനാണോ, ദൈവരാജ്യത്തിന് പ്രയോജനപ്പെടുന്നതാണോ, സ്വർഗരാജ്യത്തിന് പ്രയോജനപ്പെടുന്നതാണോ, ദൈവത്തിന് പ്രയോജനപ്പെടുന്നവനാണോ? അല്ലാതെ എന്തായിരുന്നു എന്ന് പറഞ്ഞാലും സ്വർഗത്തിൽ അതിനൊരു ഇമ്പോർട്ടൻസ് ഇല്ല. ദൈവത്തിന്റെ കൂടെ ചേർന്ന് ദൈവം ഉദ്ദേശിക്കുന്ന ഓരോ കാര്യങ്ങളിലും ഒരു മടിയും കൂടാതെ അത് പറഞ്ഞ് എന്നെ അയക്കണമേ, ഏത് ശുശ്രൂഷയാണെങ്കിലും എന്നെ അയക്കണമേ, ഞാനത് ചെയ്യാൻ തയ്യാറാണ്. അല്ലാതെ ഞാൻ ഇതേ ചെയ്യത്തുള്ളൂ, ഞാൻ അതേ ചെയ്യത്തുള്ളൂ, അവൻ ചെറിയ സ്വഭാവക്കാരൻ, ചെറിയ ജോലിക്കാരൻ, വലിയ ജോലി, അങ്ങനെയുള്ള ഒന്നും, അല്ലെങ്കിൽ ഞാൻ ചെറിയ പാത്രം, വലിയ പാത്രം, അവൻ മൺപാത്രം, ഇതൊന്നും അങ്ങനെ ഒരു പാത്രത്തിന്റെ ഡിഫറൻസ് അവിടെ ഇല്ല. അവിടെ നോക്കുന്നത് ആർ യു എ വെസൽ which can be used by the owner, the master. പിന്നെ നമ്മുടെ പൊസിഷനൊക്കെ നല്ലതാണ്, ദൈവയുടെ പൊസിഷനൊക്കെ തരട്ടെ, പക്ഷെ അതിലൊന്നും നമ്മൾ ഇതായത്, കാരണം ദൈവം എന്നെ നീ ഉപയോഗിക്കണമേ, ഞാൻ അതിന് തയ്യാറാണ്. ആ ഒരു പ്രാർത്ഥന നമുക്കാണെങ്കിൽ ഇവിടെയും ദൈവം നമ്മളെ ശക്തമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യും, നമുക്ക് നല്ല സ്റ്റാറ്റസ് തരികയും ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു അർത്ഥത്തിലാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, ഒരു വീട്ടിൽ പൊന്നും വെള്ളിയും കൊണ്ടുള്ള സാമാനങ്ങൾ മാത്രമല്ല മരവും മണ്ണും കൊണ്ടുള്ളവയും കൊണ്ട്, ചിലത് മാന്യകാര്യത്തിലും ചിലത് ഹീനകാര്യത്തിലും. അതാ ആ ഉടമസ്ഥൻ മനസ്സിലാക്കിയ എന്റെ വീട്ടിൽ ഏതൊക്കെ ആവശ്യമുണ്ടെന്ന്. അപ്പൊ എനിക്ക് ഇത് വേസ്റ്റ് ഇടുന്നതാണെന്ന് പറഞ്ഞാൽ അത് വേസ്റ്റ് ഇടുന്ന് പറഞ്ഞിട്ട് ആ പാത്രം മോശമായതുകൊണ്ടല്ല, അതിനെ മേടിച്ചത്. അതല്ലാതെ അന്യായം കാണിക്കുകയല്ല ആ പാത്രത്തോട്. ഇപ്പൊ നമ്മൾ ദൈവം ഒരാളെ ഏൽപ്പിച്ച് ഞാൻ ചോദിക്കട്ടെ, റോഡ് തൂത്തുവാരുന്നവരില്ലെങ്കിൽ നിങ്ങൾ റോഡ് എങ്ങനെ വൃത്തിയായിട്ട് കിടക്കുന്നത്? അപ്പൊ തൂത്തുവാരുന്നവർക്കൊരു സ്റ്റാറ്റസ് നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തെറ്റല്ലേ? നിങ്ങളുടെ തെറ്റല്ലേ? ആ വ്യക്തി ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പരിസരം എങ്ങനെ വൃത്തിയായിട്ട് കിടക്കുന്നത്? അപ്പൊ അതുകൊണ്ട് ആ വ്യക്തിയുടെ ജോലി വിലയില്ലാത്തതാണെന്നാണോ നമ്മൾ കാണുന്നത്? അതുപോലെ ഷർട്ട് തയ്ക്കുന്നവനും പാൻറ് തയ്ക്കുന്നവരില്ലെങ്കിൽ നിങ്ങൾ ഷർട്ടും പാൻറ്റും എങ്ങനെ ഇടുന്നേ? നമ്മൾ പൈസ കൊടുക്കുന്നുണ്ടായിരിക്കും, പക്ഷെ ആ വ്യക്തി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടുമോ? അപ്പൊ ഏത് ജോലിയാ ഇൻഫീരിയർ? ആ ഒരു ആറ്റിറ്റ്യൂഡ് ദൈവമക്കൾ കളയണമെന്നാണ് ഈ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. എല്ലാവരെയും തുല്യമായിട്ട് കാണണം. നിങ്ങൾ യഥാർത്ഥത്തിൽ ദൈവരാജ്യത്തിന് ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ യഥാർത്ഥമായിട്ട് ആത്മാർത്ഥമായിട്ട് പ്രയാസപ്പെടുന്നവരാണോ, ജീവിക്കുന്നവരാണോ, അതിന് മാനപാത്രങ്ങളാണ്. പറഞ്ഞ നിങ്ങൾ ഈ ആദ്യം ഇങ്ങനെ പറഞ്ഞു, കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നതെന്നും കർത്താവിന്റെ നാമം ഉച്ചരിക്കുന്നവരെല്ലാം അനീതി വിട്ട് നഞ്ഞുകൊള്ളട്ടെ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ നിയമങ്ങളിൽ. എന്നിട്ട് വേണ്ടത്
ദൈവരാജ്യത്തിലേക്ക് നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളെ തന്നെ പ്രയോജനപ്പെടുത്താമെന്ന് കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ദൈവം പറയുന്നത് ഞാൻ നിങ്ങളെ പരിശുദ്ധാത്മാവിൽ മുദ്രയിട്ടു എന്നുള്ളതൊക്കെ സത്യം തന്നെ, ഒക്കെ ശരി തന്നെ. പക്ഷെ ആ മുദ്ര കാണിക്കുന്നത് നിങ്ങൾ എന്റേതായി കഴിഞ്ഞാൽ എങ്ങനെ ജീവിക്കാന്നുള്ളതല്ല. ദൈവ വ്യവസ്ഥയുടെ ദൈവത്തിന്റെ അടിസ്ഥാനത്തെ നിങ്ങൾ ഒരിക്കലും തള്ളിക്കളയാതെ ആ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ആ മുദ്രയുള്ളവർ ചെയ്യണം. അപ്പോൾ തന്നെ നിങ്ങൾ ഈ സമയത്ത് നിങ്ങളെ കൊണ്ട് എങ്ങനെ ദൈവരാജ്യത്തിന് പ്രയോജനപ്പെടുത്താം, ദൈവരാജ്യത്തിന് പ്രയോജനപ്പെടുത്താം. അത് ഒരിക്കലും ബോസ് കളിക്കാനല്ല, നിങ്ങൾ എപ്പോഴും സർവീസേ ആകാവുള്ളൂ. കാരണം അതിനെ കർത്താവ് കാണിച്ചത്, നിങ്ങൾ ആദ്യമേ കാണിച്ചത് തോർത്തെടുക്കുന്ന അതൊരു പൊസിഷണൽ സ്റ്റാറ്റസാണ് കാണിക്കുന്നത്. പൊസിഷൻ എന്ന് പറഞ്ഞാൽ തോർത്തെടുത്ത് ഒരു വലിയ രാജാവ് ഇങ്ങനെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? രാജാവ് ഈ ഒരു പദവിയിലേക്ക് വന്നു എന്നുള്ളതല്ലേ. അവനോട് ആരും നിർബന്ധിച്ചു കൊണ്ടുവന്നൊന്നുമല്ല. അപ്പൊ ദൈവമക്കൾ എത്ര വലിയ സ്റ്റാറ്റസ് ഉള്ളവരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ദൈവരാജ്യത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ഏത് ലെവലിലേക്കും ഇറങ്ങി ജോലി ചെയ്യാൻ നമ്മൾ തയ്യാറാകണം. ഈ സ്റ്റാറ്റസ് സിമ്പൽ ഒന്നും സ്വർഗരാജ്യത്തിൽ കൊണ്ടുപോകാൻ അങ്ങനെ എടുക്കാൻ പറ്റില്ല. അവിടെ ചെന്ന് സ്റ്റാറ്റസ് ദൈവം തരുന്നെങ്കിൽ അത് വേറെ കാര്യം. പക്ഷെ എന്നാലും അഹങ്കരിക്കുകയും മറ്റുള്ളവരുടെ മുമ്പിൽ ഇതാണ് ചോദിച്ചോണ്ടാണെങ്കിൽ ആ ഒരു ആറ്റിറ്റ്യൂഡ് അവിടെ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് കർത്താവ് ഇവിടെ വെച്ച് പറഞ്ഞ താഴ്മയുള്ളവരായിട്ടും ഇങ്ങനെയുള്ള സ്വഭാവങ്ങളുള്ളവരായിട്ടും മറ്റുള്ളവരെ തന്നെക്കാൾ ശ്രേഷ്ഠന്മാരെന്ന് കാണണമെന്നൊക്കെ പറയുന്നതിന്റെ പിന്നിലൊക്കെയുള്ള ഉദ്ദേശം സ്വർഗത്തിലെ സ്റ്റാൻഡേർഡ് കാണിക്കുകയാണ്. സ്വർഗത്തിൽ നിന്നേക്കാൾ വലുതല്ല ഞാൻ, എന്നേക്കാൾ വലുതല്ല നീ, നമ്മളെല്ലാം തുല്യരാ. നമ്മളെല്ലാം ഒരേ കാര്യത്തിന് വേണ്ടിയിട്ട് ജോലി ചെയ്തവരാ. അല്ലെങ്കിൽ ആ ജോലി ചെയ്യുന്നവൻ വലിയവൻ, ഈ ജോലി ചെയ്യുന്നവൻ ചെറിയവനൊന്നും സ്വർഗത്തിൽ അതില്ല. നിങ്ങൾ എല്ലാ രീതിയിലും നിങ്ങൾക്ക് തന്നിരിക്കുന്ന ജോലി വിശ്വസ്തത ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ മാസ്റ്റർ നിങ്ങളെ കൊണ്ട് ആവശ്യം വയ്ക്കുന്ന പ്രയോജനപ്പെടുന്നുണ്ട്. ഇതാ ദൈവം നോക്കുന്നത്. പക്ഷെ നിങ്ങൾ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിച്ചോണം, ഇവിടെ നിങ്ങൾക്കൊരു വിളിയുണ്ട്, നിങ്ങളുടെ മേലെ ഒരു മുദ്രയുണ്ട്. പക്ഷെ ആ മുദ്ര എങ്ങനെ ജീവിക്കാന്നുള്ള രീതിയിലല്ല, എങ്ങനെയും ജീവിക്കാന്നുള്ള രീതിയിലല്ല. എന്റെ മനുഷ്യൻ ഞാൻ കർത്താവിൽ വന്നു, അതുകൊണ്ട് ഞാൻ എല്ലാം ആയതുകൊണ്ട് ജീവിക്കാനല്ല. കർത്താവ് പറഞ്ഞിരിക്കുന്ന അടിസ്ഥാനം ഒരിക്കലും കർത്താവ് മാറ്റത്തില്ല. അത് ദൈവത്തിന്റെ ദൈവിക സ്വഭാവമാണ്. ഓക്കെ, അതായത് ഞാൻ മെസ്സേജ് ഇവിടെ നിർത്താൻ ആഗ്രഹിക്കുന്നു. ഇവയെ എന്നിട്ട് പറയുന്നത് ചിലത് ഹീനകാര്യത്തിൽ ഉപയോഗിക്കുന്നു. ഇവയെ വിട്ടകന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ വിട്ടകലുക. അതായത് ഞാൻ വലിയവനവൻ ചെറിയവൻ എങ്ങനെയുള്ള ആ ചിന്തകളൊക്കെ വിട്ടകന്ന് എന്ത് ചെയ്യണം? തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ, തന്നെത്താൻ വെടിപ്പാക്കുന്ന. ഇവിടെ ശ്രദ്ധിക്കാൻ എല്ലാവരും എന്നിട്ട് ശ്രദ്ധിച്ചേ. ഇനി ലാസ്റ്റ് നിർത്താൻ പോകുന്ന 2-3 പോയിന്റ്സ് പറയാനുണ്ട്. നിങ്ങളെ ദൈവത്തിന് ഉപയോഗിക്കണമെന്ന്, നിങ്ങൾ ദൈവത്തിന് ഉപയോഗിക്കുന്ന ഒരു പാത്രമാണ് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നിങ്ങളെ ദൈവത്തിന് ഉപയോഗിക്കാനുള്ള ദൈവരാജ്യത്തിൽ നിങ്ങൾക്ക് ദൈവത്തിനോട് പ്രവർത്തിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ഇല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെത്താൻ വെടിപ്പാക്കുന്നവരായിരിക്കും. ഞാൻ ചോദിക്കട്ടെ, കഴുകാത്തൊരു പാത്രത്തിൽ നമ്മൾ ആഹാരം കഴിക്കും? കഴുകാത്തൊരു ഗ്ലാസ്സിൽ നമ്മൾ വെള്ളം കുടിക്കും. അതൊരു വെസലിന്റെ കാര്യം എന്ന് പറയുന്ന പോലെ ഒരു രീതിയിൽ ഉപയോഗിക്കാൻ കൊള്ളാത്ത സ്വഭാവമുള്ള ഒരു വ്യക്തിയെ സ്വർഗരാജ്യത്തിൽ ദൈവം ഉപയോഗിക്കും. ദൈവം പറഞ്ഞ ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. ദൈവം അവർ ദൈവത്തെ കാണും. അത്തയുടെ സുശേഷ 5-ാം അധ്യായത്തിൽ പറയും. എന്താ പറയുന്നത്, അതിനെ പറയുന്നത് എന്തോ 5-ാം അധ്യായം എന്ന് പറയുന്നത് സെർമൺ ഓൺ ദ മൗണ്ട്. സെർമൺ ഓൺ ദ മലയാളത്തിലേക്ക് എന്താ പറയുന്നത്? ഗിരിപ്രഭാഷണത്തിൽ പറയുന്നത് എന്താ? ഹൃദയശുദ്ധിയുള്ളവർ എന്ന് പറഞ്ഞാൽ എന്താ? ഹൃദയത്തെ ശുദ്ധീകരിക്കണം എന്ന് പറഞ്ഞാല് നമ്മളൊന്ന് ആലോചിക്കണം, എന്നെ ദൈവത്തിന് ഉപയോഗിക്കാൻ പറ്റൂ? നിങ്ങളൊന്ന് ആലോചിക്കുക, നിങ്ങളുടെ ഹൃദയം ശുദ്ധിയുള്ളതാണോ? അതിനകത്ത് അരുതാത്തത് വരാതിരിക്കാനും വൃത്തികെട്ടത് വരാതിരിക്കാനും അതിനെ എപ്പോഴും ദൈവത്തിന് വേണ്ടി സൂക്ഷിക്കുന്ന ഒരു നല്ല സ്ഥലമായിട്ട് നിങ്ങൾ ആ ഹൃദയത്തെ സൂക്ഷിക്കാൻ എപ്പോഴും ശ്രമിക്കുന്നവരാണോ നിങ്ങൾ? ദൈവം പറഞ്ഞ കാര്യം മറക്കരുത്. ദൈവത്തിന്റെ അടിസ്ഥാനത്തിന് മാറ്റമില്ല. ഇതൊക്കെയാ ദൈവത്തിന്റെ അടിസ്ഥാനം. ഓക്കെ, ഒന്ന്, നിങ്ങൾ എപ്പോഴും നിങ്ങളെ തന്നെ നോക്കി ദൈവത്തിന് ഉപയോഗിക്കാൻ പറ്റാത്ത തരത്തിലുള്ള എന്തെങ്കിലും നെഗറ്റീവ് കാര്യങ്ങൾ നിങ്ങളുടെ സ്വഭാവത്തിലോ നിങ്ങളുടെ ഹൃദയത്തിലോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ശുദ്ധീകരിക്കാൻ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഇതിനകത്തേക്ക് ദൈവത്തിന് ഉപയോഗിക്കാൻ പറ്റാത്ത, ദൈവികമല്ലാത്ത ഒരു തിങ്കിങ്ങും കടന്നു വരാതെ സൂക്ഷിക്കാൻ നമുക്ക് പറ്റില്ല.
രണ്ടാമത്തെ കാര്യം ഞാൻ പെട്ടെന്ന് പറഞ്ഞങ്ങ് വിടാം. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ പാത്രം ഓൾറെഡി നിറഞ്ഞിരിക്കുകയാണോ അതോ എംപ്റ്റി ആണോ? നിറഞ്ഞിരിക്കുകയാണെങ്കിൽ ദൈവം എങ്ങനെ ഉപയോഗിക്കും? നിങ്ങളെന്ന് പറയുന്ന വെസൽ ഓൾറെഡി നിറഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, എന്ന് പറഞ്ഞാൽ പല പല കാര്യങ്ങൾ നിങ്ങൾ ബിസിയാണ്. പിന്നെ എവിടെ ദൈവകാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ദൈവത്തിന് നിങ്ങൾക്ക് ദൈവം എന്ന് പറയുന്നത് എനിക്ക് ഇനി സമയമില്ല, കാരണം എനിക്ക് അവിടെ പോകണം, എനിക്ക് ഇവിടെ പോകണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, വേറെ പല കാര്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. എനിക്ക് പൊസിഷൻ വേണം, എനിക്ക് സ്റ്റാറ്റസ് വേണം, ഇതെല്ലാം കൂടി ചേർന്ന് നിന്റെ ഹൃദയം നിറഞ്ഞിരിക്കുകയല്ലേ. ഇതിനകത്തിന് ദൈവം എവിടെ വരാനാണ്? ദൈവത്തിന്റെ കാര്യം, ദൈവം ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് കേൾക്കാൻ എവിടെ താല്പര്യം? നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ദൈവം വിളിച്ചാൽ കേൾക്കത്തക്ക രീതിയിൽ അത് കാര്യമാക്കി വെച്ചേക്കാണ്, അതോ പല പല കാര്യങ്ങൾ കൊണ്ട് അത് നിറച്ച് ഓൾറെഡി വെച്ചേക്കുവാണ്? അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ പാത്രത്തെ ദൈവം എങ്ങനെ ഉപയോഗിക്കുന്ന പറയുന്നത്? ഓക്കെ. പിന്നെ വേറൊരു കാര്യം, കൊരിന്ത്യലേഖനത്തിനകത്ത് ഇവിടെ ശ്രദ്ധിക്കണേ. കൊരിന്ത്യലേഖനത്തിൽ പറയുന്നുണ്ട്, ഈ അത്യന്ത ശക്തി ഈ മൺപാത്രങ്ങളിലാണ് തന്നിരിക്കുന്നത്. ഈ അത്യന്ത ശക്തി മൺപാത്രങ്ങൾക്കൊരു സ്വഭാവമുണ്ട്. മൺപാത്രം എന്ന വീക്ക്നെസ്സിനെ കാണിക്കുന്ന അങ്ങനെ വാക്കിയില്ലേ? ഈ അത്യന്ത ശക്തി മൺപാത്രങ്ങൾ തന്നു. എന്തിനാ ഈ അത്യന്ത ശക്തി മൺപാത്രങ്ങളിൽ തന്നിരിക്കുന്നത്? ഈ അത്യന്ത ശക്തി എന്ന് പറഞ്ഞാൽ ഹോളി സ്പിരിറ്റ്. അതിന് എന്തിനാ ഈ മൺപാത്രമാണെന്ന് നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്നത്? ചിന്തിച്ചു. കാരണം നിന്നിൽ നിന്ന് മൺപാത്രത്തിന്റെ സ്വഭാവം കാണാനായിരുന്നെങ്കിൽ അത്യന്ത ശക്തി തരേണ്ട കാര്യമില്ല. മൺപാത്രം എന്ന് പറയുന്നത് വീക്ക്നെസ്സിനെയാണ് കാണിക്കുന്നത്, കുറവശങ്ങളെയാണ് കാണിക്കുന്നത്. അതിലേക്ക് ദൈവത്തിന്റെ അത്യന്ത ശക്തി പകർന്നിരിക്കുന്നെങ്കിൽ ഈ മണ്ണെന്ന് പറയുന്ന കുറവുള്ള നിന്നെ ദൈവശക്തിയാക്കി മാറ്റി നിന്നെ വലിയൊരു കാര്യത്തിന് വേണ്ടി ദൈവത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഭൂമിയിൽ ഇരിക്കുമ്പോഴാണ് ഈ മൺപാത്രത്തിനകത്ത് തരുന്നത്. പിന്നെ നിന്നെ അവിടേക്ക് കൊണ്ടുപോകാൻ പിന്നെ ഈ മൺപാത്രം നിനക്ക് കാണത്തില്ല. ആ അത്യന്ത ശക്തിയുടെ തക്ക രീതിയിലുള്ള പാത്രമേ ആകത്തുള്ളൂ. പക്ഷെ ഇപ്പോഴും ദൈവം ആ പരിശുദ്ധാത്മാവിനെ ഈ മൺപാത്രത്തിലേക്ക് പകർന്നിരിക്കുന്നത് ഇനിമേൽ ഈ അത്യന്ത ശക്തിയുടെ സ്വഭാവം മാത്രമേ നിന്നിലൂടെ കാണാവുള്ളൂ. അതിന് നീ തയ്യാറാണോ? പരിശുദ്ധാത്മാവിന്റെ സ്വഭാവങ്ങൾ നിന്നിൽ കൂടെ മാത്രം കാണണമെന്ന് നീ ആഗ്രഹിക്കുന്നതും അതും പ്രകടിപ്പിക്കുന്നതാണ്. അല്ലാതെ പിന്നെ ഈ പാത്രത്തിനെ ദൈവത്തിന് ഉപയോഗിക്കുന്നത്. നീ മൺപാത്രവുമായിട്ടിരിക്കുക, എനിക്ക് അത്യന്ത ശക്തിയുടെ സ്വഭാവം കാണിക്കാൻ എനിക്ക് പറ്റില്ല, ഞാൻ എൻ്റെ മണ്ണിന്റെ രീതികളിലെ ജീവിക്കത്തുള്ളൂ. നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല, ദൈവമേ എന്നെ ദൈവാത്മ സ്വഭാവത്തിലേക്ക് കൊണ്ടുവരണമേ, എനിക്ക് ആ ശക്തി വേണം, എൻ്റെ ഈ മൺപാത്രത്തിലുള്ള സ്വഭാവത്തെയൊക്കെ മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്ന ആളാണോ? അല്ലെങ്കിൽ പിന്നെ ദൈവം എങ്ങനെ നിങ്ങളെ ഉപയോഗിക്കും? ഇനി ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ നിർത്തുകയാണ്. അതുപോലെ നിങ്ങൾ ഫെയ്ത്ത്ഫുൾ ആണെങ്കിൽ, ഫെയ്ത്ത്ഫുൾ ആയിട്ടുള്ള പാത്രമാണെങ്കിൽ നിങ്ങളെ ദൈവത്തിന് ആവശ്യമുണ്ട്. നിങ്ങളിൽ വിശ്വസ്തത ഇല്ലെന്നുണ്ടെങ്കിൽ എങ്ങനെ ദൈവത്തിന് ഉപയോഗിക്കാൻ പറ്റും? ഓക്കെ, ഫെയ്ത്ത്ഫുൾ ആകെ ലൂക്ക് 16:10 നിങ്ങൾ അല്പത്തിൽ വിശ്വസ്തനായവനെ എങ്ങനെ ഇരിക്കുന്നത്? അല്പത്തിൽ വിശ്വസ്തനായവനെ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ പറയുക? ഇപ്പം ഡാഡി പറയുക, എനിക്ക് ഇതല്ലേ തന്നെ, എനിക്കത് പറ്റത്തില്ല. അങ്ങനെയുള്ളവരെ ദൈവം വേറൊരു കാര്യം ലഭിക്കുന്നതിന് ദൈവം തന്നതിൽ നിനക്ക് വിശ്വസ്തതയുണ്ടോ? ഉണ്ടെങ്കിൽ നിന്നെ അധികത്തിൽ വിചാരമാണ്. ഏതൊരു കാര്യത്തിൽ നീ ഇവിടുത്തെ എങ്ങനെ വിശ്വസ്തത ദൈവത്തിന് മുമ്പാകെ, മനുഷ്യരുടെ മുമ്പാകെ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ദൈവം മുമ്പാകെ വിശ്വസ്തനായിട്ടിരിക്കുകയാണെങ്കിൽ ദൈവത്തിന് നിങ്ങളെ ദൈവത്തിന് വേണ്ടി നല്ല മാന്യമായിട്ട് മനസ്സിലായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഒന്നുകൂടെ പറയാം. അതുപോലെ can you be a blessing for others? Can you be a blessing for others? Then God is ready to fill you. അല്ലേ? നിങ്ങൾക്ക് മറ്റൊരാളെ അനുഗ്രഹിക്കാനോ മറ്റൊരാളെ നന്മയോ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളിലുള്ള നിങ്ങൾ തന്നെ വെച്ചിരിക്കുക. എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളതിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ തിരുവള്ളം ഒഴുകുന്നല്ലേ? അതോ നിങ്ങൾ കെട്ടിക്കിടക്കുന്നതാണോ? അപ്പൊ നമ്മൾ കെട്ടിക്കിടക്കാൻ ആഗ്രഹിക്കുന്നത് എന്നാന്നറിയാം? ഞാൻ ആർക്കും കൊടുക്കത്തില്ല, ഞാൻ കെട്ടിക്കിട്ടതല്ല, എനിക്ക് വേണം. ദൈവം പറയുന്നത്, നീ മറ്റുള്ളവരുടെ ആഗ്രഹം അനുഗ്രഹം ആഗ്രഹിക്കുന്ന ഒരാളാണോ?
ഞാൻ ഈ പറഞ്ഞ പെട്ടെന്ന് സമയമില്ലാത്തതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞാനങ്ങ് പറഞ്ഞു വിട്ടത്. ഒരുപാട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയാനുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ദൈവത്തിന്റെ ഫൗണ്ടേഷൻസ് ഉള്ളവരെ മാത്രമേ അതിനെ ദൈവത്തിനൊരു മാനപാത്രമാകാൻ പറ്റത്തുള്ളൂ. ദൈവത്തിന്റെ മാനപാത്രമാകുന്നത് ഇവിടുത്തെ IAS ഓഫീസറോ IPS ഓഫീസറോ എഞ്ചിനീയറോ ഡോക്ടേഴ്സോ ഒന്നല്ല. എവിടെയാണെങ്കിൽ നീ വിശ്വസ്തനായി നിൽക്കുകയും ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടാൻ ആഗ്രഹിക്കുകയും ദൈവിക സ്വഭാവം കൈക്കൊള്ളുന്നവരും അതുപോലെ താഴ്മ ധരിക്കുന്നവരും ഏത് ജോലിയും ദൈവം ഏൽപ്പിക്കുന്ന വിശ്വസ്തയോടെ ചെയ്യാനുള്ള താല്പര്യമുള്ളവരും ഒക്കെ ആ ദൈവത്തിന് മാനപാത്രം എന്ന് പറയുന്നത്. അപ്പൊ ദൈവം അവിടെ പറയുന്നത് അറിയാമോ? നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കുന്നത് ലോകത്തിൽ പലതരത്തിലുള്ള ആൾക്കാർ നുഴഞ്ഞു വന്നിട്ടുണ്ട്. അവരുടെ ഒന്നും ഉപദേശങ്ങളിൽ പെട്ടുപോകാതെ നിങ്ങളെ എന്തിനാണ് വിളിച്ചതെന്നുള്ള അതിനെ വളരെ ശ്രദ്ധയോടെ, കാരണം ദൈവത്തിന്റെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആണ്. അതിനെ ഒരിക്കലും മാറ്റാൻ നിങ്ങളും ശ്രമിക്കരുത്, വേറൊരാളുടെ പ്രേരണയാലും ശ്രമിക്കരുത്. വൃഥാവായിട്ടുള്ള എല്ലാ ആരാധനകളെയും വിട്ട് കളയണം. ഒരു ഘടകത്തോട് നിങ്ങൾ ആർഗ്യ ചെയ്യാൻ പോരുത്. നിങ്ങൾ എന്താണോ പിടിച്ചിരിക്കുന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതുപോലെ ദൈവം ഒരു വലിയ രാജ്യത്തിലേക്കാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത്, ഒരു വലിയ വീട്ടിലേക്കാണ് നിങ്ങളെ വിളിച്ചത്. അവിടെ പലതരത്തിലുള്ള പാത്രങ്ങൾ ആവശ്യമുണ്ട്. ആ പാത്രങ്ങൾ ഉപയോഗിക്കാൻ കൊള്ളാമെന്നൊക്കെ ഇപ്പം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലാവും. തന്നെത്താൻ വെടിപ്പാക്കണം. തന്നിലുള്ള എല്ലാ കുറവശങ്ങളെയും കാണാൻ ദൈവത്തിൽ ഉപയോഗിക്കത്തക്ക തന്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നവരായിരിക്കണം. പല കാര്യങ്ങൾ അതുപോലെ നിങ്ങൾ ശ്രദ്ധിച്ച് ദൈവത്തിൽ ഉപയോഗിക്കത്തക്കുള്ള ഒരു മാനപാത്രമായിട്ട് നിങ്ങൾ തന്നെ വയ്ക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ എപ്പോഴും ഏത് സ്ഥലത്തും ദൈവത്തിൽ ഉപയോഗിക്കാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇന്ന് നിങ്ങളെ ആ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ തന്ന ഒരു സന്ദേശമാണിത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എത്രയും ഹല്ലേലൂയ സ്തോത്രം നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പ് മനസ്സിലാക്കി ദൈവത്തിനൊരു മാനപാത്രമാകാൻ എപ്പോഴും നിങ്ങളൊരു കാര്യം പ്രാർത്ഥിക്കണം. ദൈവമേ, ഞാൻ ഇത് തയ്യാറാണ്, എന്നെ നീ ഉപയോഗിക്കണമേ. അങ്ങനെയുള്ളപ്പോൾ നിങ്ങളുടെ മറ്റു കാര്യങ്ങൾ ദൈവം ശരിയാക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഓൾറെഡി നിറഞ്ഞ പാത്രത്തെ ദൈവത്തിന് ഉപയോഗിക്കാൻ പറ്റില്ല. അല്ല, ഇനി എന്റെ ഇഷ്ടം യേശുക്രിസ്തു വന്നപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ എന്റെ ഇഷ്ടം ചെയ്യാനല്ല വന്ന, പിന്നെയോ നിന്റെ ഇഷ്ടം ചെയ്യാൻ എന്ന് പറയുന്നതല്ല. നമുക്ക് കൊണ്ട് മനസ്സിലാണ് ദൈവം ഞാൻ റെഡി, നിന്റെ ഇഷ്ടം ചെയ്യാൻ ഈ വെസൽ റെഡിയാണെന്ന് നീ പറഞ്ഞു നോക്ക്, നിന്നെ നിറയ്ക്കാൻ ദൈവം തയ്യാറാണ്. ദൈവം നിങ്ങൾ എല്ലാവരെയും ഇന്നത്തെ തിരുവനന്തപുരത്താല് നിഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഓക്കെ, നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാവരും കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് കേട്ട തിരുവചനത്തെ എല്ലാം നമുക്കൊന്നുകൂടെ ഓർക്കാം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തന പാഠത്തിലൂടെ ഇന്ന് നമ്മൾക്ക് ആദ്യമായി നല്ലൊരു അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം നമുക്ക് ലഭ്യമായല്ലോ. അതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ശ്രേഷ്ഠമായ ഒരു അനുഗ്രഹ സന്ദേശം റേഡിയോയിൽ കൂടെ നമുക്ക് കേൾക്കാനിടയായി അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിനുശേഷം തിരുവചനത്തിലൂടെ ദൈവമേ സ്തോത്രം, നല്ലൊരു പാത്രമായി, ദൈവത്തിന് അനുഗ്രഹിക്കപ്പെട്ട പാത്രമായി, ദൈവരാജ്യത്തിന് പ്രയോജനപ്പെടുന്ന പാത്രമായി, ഉടമസ്ഥന് പ്രയോജനപ്പെടുന്ന പാത്രമായി, ഒരു മാനപാത്രമായി തീരുവാനായിട്ട് നമുക്ക് എല്ലാവർക്കും ആഗ്രഹിക്കാം. അതിന് തക്കവണ്ണം നമുക്ക് നമ്മുടെ പാത്രത്തെ ഒരുക്കി ദൈവം മുൻപാകെ സമർപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരിക്കലും നമ്മുടെ ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങളോ അവരുടേതായിട്ടുള്ള ഉപദേശങ്ങളോ കേട്ടുകൊണ്ട് പ്രൈസ് ദി ലോർഡ് നമ്മുടെ വിളി കളയാൻ നമ്മൾ ഒരിക്കലും ഇടയാക്കരുത്. നമ്മൾ കടന്നു വരുന്നവരെ കൂടെ ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിന്റെ മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ, ദൈവത്തിന് ഉപയോഗിക്കപ്പെടുന്ന വസ്തുവായി കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കാം. അവരുടെ ഉപദേശങ്ങളോ മറ്റുള്ളവരുടെ ഉപദേശങ്ങളോ കേട്ട് നമുക്ക് ദൈവത്തിന്റെ ഫൗണ്ടേഷനെ മാറ്റാൻ നമ്മൾ ഒരിക്കലും ശ്രമിക്കാതിരിക്കുക. ദൈവങ്ങൾ സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവം ഇതുവരെ അങ്ങാടികളോട് സംസാരിച്ചുകൊണ്ടിരുന്നതിനായി നന്ദിയോടെ സ്തോത്രം. ഏറ്റവും മഹത്വകരമായ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഉപദേശങ്ങൾ കർത്താവിന് അല്ലെങ്കിൽ രണ്ട് ശുശ്രൂഷയിൽ കൂടി അടികൾക്ക് തന്നതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. വചനം കേൾക്കുക മാത്രമല്ല, അതിനെ അല്ലെങ്കിൽ സ്തോത്ര അടികൾ ഉൾക്കൊള്ളുന്നവരായും അതിനെ ഫോളോ ചെയ്യുന്നവരായും അതിനെ വീണ്ടും കരുതുന്നവരായും ആയിരിക്കാൻ അടികളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കേട്ട വചനം ഒരിക്കൽ പോലും അത് നഷ്ടപ്പെട്ടു പോകാതെ ഒഴുകി പോകാതെ ദൈവങ്ങളുടെയും സഭയുടെയും ആത്മീയ ജീവിതത്തിനും ആത്മീയ വളർച്ചയ്ക്കും ഒഴുക്കത്തിനും കാരണമായി തീരത്തക്ക രീതിയിൽ അടിയങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഈ പ്രഭാത സമയം മുതൽ ഇതുവരെ അടിയങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം, അനുഗ്രഹിച്ചതിനായി സ്തോത്രം, അടിയങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം, അതുപോലെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങളെ കേൾക്കുവാൻ ദൈവയിടയാക്കിയതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എല്ലാ ദൈവങ്ങളെയും ഒരിക്കൽ കൂടെ പ്രാർത്ഥനയോടെ സ്തോത്രത്തോടെ തിരുപാതിൽ പ്രാർത്ഥനയോടെ ഏൽപ്പിക്കുന്നു. ഇന്നത്തെ കൂട്ടായ്മ ഇപ്പോൾ അവസാനിപ്പിക്കുന്നു. ഇപ്പോൾ അടിയങ്ങളെ രണ്ട് ഭവനങ്ങളിൽ പോകുവാൻ ദൈവങ്ങളെ സഹായിച്ചാട്ടെ. എല്ലാ മഹത്വം തിരുമേനിക്ക് അർപ്പിക്കുന്നു. അങ്ങ് പ്രാർത്ഥനയായി സ്തോത്രം. കർത്താവേ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ഇപ്പോൾ പിതാവ് ദൈവത്തിന്റെ കൃപയും പുത്രൻ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധ ദൈവത്തിന്റെ നിരന്തരമായ കൂട്ടായ്മ വഴി നടത്തിയപ്പോൾ നമ്മോട് നാം പ്രാർത്ഥിച്ച സകല വിഷയത്തോടും പ്രത്യേകിച്ച്
ഈ ശുശ്രൂഷയോടും അല്ലെങ്കിൽ ഈ സഭയോടും കർത്താവ് യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരെ ഇതുപോലെ എന്നേക്കും ഉണ്ടായിരുന്നു. നമുക്ക് കർത്താവ് യേശു കൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം.